കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോമ ലേഖന പഠനത്തിലാണല്ലോ നാം ആയിരിക്കുന്നത്. 3-ാം അധ്യായം വരെ നമ്മൾ പഠിച്ച് തീർക്കുവാനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമ്മളെ സഹായിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയിൽ നമുക്ക് ക്ലാസ് ഇല്ലായിരുന്നു. ആ സമയത്തേക്ക് ഞാനൊരു ഹോംവർക്കായിട്ട് 3-ാമത്തെ അധ്യായത്തിന്റെ 20 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ കാണാതെ പഠിക്കണം, ബൈ ഹാർട്ട് ആക്കണം എന്ന് പറഞ്ഞിരുന്നു. അത് നിങ്ങളിൽ പലരും പഠിച്ചു, പലരും അതിന് സമയം കണ്ടെത്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവം അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഈ തിരുവചനങ്ങൾ പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്ന ഭാഗങ്ങൾ ഇതിലെല്ലാം തന്നെ തിരുവചനത്തിൽ ഒരെണ്ണം തന്നെ മാറ്റി വയ്ക്കുവാനായിട്ടില്ല. ഈ കവർ ടു കവർ എല്ലാം ദൈവ വചനവും അതോറിറ്റേറ്റീവാണ്, ദൈവശ്വാസീയമാണ്. അപ്പോൾ തന്നെ ചില കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് പറയുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, ഈ വചന സത്യങ്ങളെ മറ്റുള്ളവരോട് പറഞ്ഞു മനസ്സിലാക്കുവാൻ അത് വളരെ ഉപകാരപ്പെടുന്നത് കൊണ്ടാണ് സെലക്റ്റഡ് ആയിട്ടുള്ള ചില പോർഷൻസ് നിങ്ങൾ കാണാതെ പഠിക്കണം, ബൈ ഹാർട്ട് ആക്കണം എന്ന് ഞാൻ പറയുന്നത്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ സങ്കീർത്തനത്തിൽ 119-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനങ്ങളെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. അതായത് ഒരു ആന്റിവൈറസ് നമ്മളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന മാതിരിയാണ്. ദൈവ വചനപ്രകാരം നടക്കുവാൻ അത് നമ്മുടെ മാംസത്തിനും നമ്മുടെ മജ്ജയ്ക്കും നമ്മുടെ ആത്മാവിനും നമ്മുടെ ജീവനും ഒക്കെ അതൊരു ചൈതന്യമാണ്, അതൊരു പുതിയ ബലമാണ്. അപ്പൊ അതുകൊണ്ട് ആ വചനങ്ങൾ കാണാതെ പഠിക്കുന്നത്, പ്രത്യേകിച്ച് ചില റെഫറൻസുകൾ ഞാൻ തരുമ്പോൾ അതിനെ ബൈ ഹാർട്ട് ആക്കുവാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് വരെ നിങ്ങൾക്കത് അനുഗ്രഹമായിരിക്കും, ഉപകാരമായിരിക്കും. ദൈവം അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ 4-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു നോർത്ത് ഇന്ത്യൻ വിസിറ്റിലായിരുന്നു. പൂനെയിലും ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും ഒക്കെയുള്ള ചർച്ചുകളിലെ അതിൻ്റെ പ്രവർത്തനങ്ങൾ വിസിറ്റ് ചെയ്യുവാനായിട്ട് കർത്താവ് ഇടയാക്കി. അത് കാരണം കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ക്ലാസ് ഇല്ലായിരുന്നു. ഇന്ന് നമ്മൾ ആ ക്ലാസ് എവിടെ വെച്ച് പഠിച്ചു നിർത്തിയോ അത് പുനരാരംഭിക്കുകയാണ്. എന്നാൽ അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് മിഷൻ വിസിറ്റിൽ ഉള്ള ചില ഫോട്ടോകൾ മാത്രം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഒത്തിരിയും കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്, പക്ഷെ ഉണ്ടെങ്കിൽ അത് പറയാൻ പോയി കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ക്ലാസ് നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. 2 മിനിറ്റ് കൊണ്ട് പ്രാരംഭമായിട്ട് 1-2 കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. മിഷൻ ഫീൽഡിലെ വളരെ അനുഗ്രഹമായിരുന്നു പൂനെയിലും. അതിനുശേഷം പൂനെയിൽ ആക്ച്വലി നമുക്കുണ്ടായിരുന്നത് ഒരു പാസ്റ്റേഴ്സിന്റെ ഒരു ലീഡർഷിപ്പ് പ്രോഗ്രാം മാതിരി ഒരു കൂട്ടായ്മയായിരുന്നു. ഏകദേശം 70 പേരോളം വരുവാനായിട്ട് ഇടയായി. പൂനെയിൽ അനേകര് ചേർന്ന് വരുവാനും ആ കാര്യങ്ങൾ അവരോട് പറഞ്ഞു മനസ്സിലാക്കുവാനും അവർക്കുണ്ടായിരുന്ന സംശയങ്ങളൊക്കെ ദൂരീകരിക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചു. വളരെ അനുഗ്രഹമായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ ഒരു പൂനെയിലെ ഒരു ആരാധന മാതിരി തന്നെ കാര്യങ്ങൾ ക്രമീകരിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. അപ്പോൾ തന്നെ കൂടി വന്നവരൊക്കെ 9 മണി മുതൽ 5-5:30 വരെ ഇരുന്ന് കാര്യങ്ങൾ കേൾക്കുന്ന രീതിയിൽ ദൈവം അവരെ ബലപ്പെടുത്തി. ഇതുപോലെ വന്നവരൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് വന്നവരും ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് അവിടെ നമ്മുടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബ്രദർ ജോണിക്കുട്ടി അച്ചായനുണ്ട്. അദ്ദേഹം ഒരു നല്ല ധാരണ ഇതിനോടകം അവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്കുണ്ടായിരുന്ന സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് അവിടെ പ്രവർത്തിക്കുവാനായിട്ട് ഇടയാക്കി. ദൈവം തന്ന എല്ലാ നല്ല അനുഭവങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തുതിക്കുന്നു. അതിനുശേഷം ഉത്തരാഖണ്ഡിലേക്കും ഉത്തരാഞ്ചലിലേക്ക്, അതായത് ഉത്തർപ്രദേശിലേക്കും ഒക്കെ പോകുവാനായിട്ട് ഇടയായി. അവിടെയൊക്കെ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ലീഡേഴ്സിനെ കാണുവാനായിട്ടും അവരുടെ ഇടയിൽ പ്രവർത്തിക്കുവാനായിട്ടും ഒക്കെ അവസരങ്ങൾ ലഭിച്ചു. പേഴ്സണലായിട്ട് അവരുടെ സംശയങ്ങൾക്കൊക്കെ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്ന രീതിയിൽ അവരോട് ഇടപെടുവാനായിട്ട് സഹായിച്ചു. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ എല്ലാം യങ്സ്റ്റേഴ്സാണ്. ഇവരൊക്കെ അവരവരുടെ ചർച്ചുകൾ ഏകദേശം 200, 300, 600 പേര് വരെയൊക്കെയുള്ള ചർച്ചുകളുള്ള പാസ്റ്റേഴ്സാണ് ഈ ഇരിക്കുന്നത്. അവരുടെയൊക്കെ സംശയങ്ങൾ ദൂരീകരിക്കുവാനും പല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ഒക്കെ കർത്താവ് അവസരം തന്നു. വളരെ ഫ്രൂട്ട്ഫുൾ ആയിരുന്നു വിസിറ്റ് എന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത പല മീറ്റിങ്ങുകൾ അവിടെ ചെയ്യുവാനായിട്ട് ഇടയായി. ഇതൊക്കെ ഓരോ പാസ്റ്റേഴ്സ് ഉത്തർപ്രദേശിൽ നിന്ന് ഈവൻ ബംഗാൾ, പഞ്ചാബ് അവിടെ നിന്നൊക്കെ വന്നവർ അവരവരുടെ ആ ഒരു കമ്മിറ്റ്മെന്റ് എടുത്തു പറയുകയും ജന മുമ്പാകെ അല്ലെന്നുണ്ടെങ്കിൽ സഭാമധ്യേ അവരുടെ സാക്ഷ്യങ്ങൾ പറയുകയും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വിവരിക്കുകയും ചെയ്തു. ഇത് അവിടെ നടന്ന ഒരു ആരാധനയായിരുന്നു. ഏകദേശം 650 പേരോളം കൂടിയ ഒരു ആരാധനയാണ്. അവിടെ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് ആരാധനയ്ക്കും ജനത്തെ കൂട്ടി വരുത്തുവാനായിട്ടൊക്കെ. വളരെ അനുഗ്രഹമായിരുന്നു. തിരുവത്താഴത്തോടു കൂടി നടന്ന ഒരു ആരാധനയാണ്. ഉത്തരാഖണ്ഡിൽ നടന്ന ഒരു ആരാധനയാണിത്. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്നൊന്ന് എന്ത് നടന്നു, എങ്ങനായിരുന്നു ആ മിഷൻ ട്രിപ്പ് എന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചില ഫോട്ടോകൾ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കാര്യങ്ങൾ അവിടെ നടക്കുന്നു. കേരളത്തിൽ നടക്കുന്നതിൻ്റെ ഒരു 10 ഇരട്ടി സ്പീഡിലും ഉത്സാഹത്തോടും
ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും മഹാരാഷ്ട്രയിലും പഞ്ചാബിലും നേപ്പാളിലും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മൾ 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ത്രിപുര, മിസോറാം, മേഘാലയ, ആസാം, ബംഗാൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് നമ്മളെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളോട് ചേർന്ന് വരുന്നവരൊക്കെ ഇതിലുള്ള അവരുടെ ആ ഒരു പാഷൻ അത് ഞാൻ കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ദൈവം തരുന്ന എല്ലാ നല്ല അനുഭവങ്ങൾക്കായിട്ടും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അത്രയും പറഞ്ഞ് ഞാൻ തൽക്കാലം അത് വിടുകയാണ്. കൂടുതൽ ഏതെങ്കിലും സമയത്ത് റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുമ്പോൾ ഞാൻ അവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ അറിയിക്കാം. ബൈബിൾ ക്ലാസ് ആണല്ലോ, അതുകൊണ്ട് അധികം സമയം അവിടെ നിൽക്കുന്നില്ല. അടുത്തതായിട്ട് ഈ സമയത്ത് ഇന്നത്തെ ദിവസം നമുക്ക് എറണാകുളത്ത് നിന്നുള്ള പല വിശ്വാസികളെയും കാണുവാനായിട്ട് കഴിയത്തില്ല. എറണാകുളത്ത് നമുക്കറിയാം എൽദോ ബ്രദർ ലീഡ് ചെയ്യുന്ന ഒരു ബൈബിൾ ക്ലാസ്, ഡോക്ടർ ചെറിയാൻ കുര്യനും എൽദോ ബ്രദറും ചേർന്ന് ലീഡ് ചെയ്യുന്ന ഒരു ബൈബിൾ ക്ലാസ് ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ ബൈബിൾ ക്ലാസ് നടക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു ടൈമിംഗ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കാര്യം അവിടെയുള്ള ജനങ്ങളുടെ ഒരു കൺവീനിയൻസോടെ നോക്കണമല്ലോ. 6 മണിക്ക് അവിടെ വൈറ്റിലയിലെ ഫാത്തിമ മാത കാത്തലിക് ചർച്ചിന്റെ, അതായത് എളംകുളം പള്ളി, ആ എളംകുളം പള്ളിയുടെ മിനി ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയത്തിലാണ് ബൈബിൾ ക്ലാസ് നടക്കുന്നത്. എല്ലാ ശനിയാഴ്ചകളിലും 6 മണിക്ക് ഈവനിങ് 6 PM ബൈബിൾ ക്ലാസ് തുടർമാനമായിട്ട് അവിടെ നടക്കുന്നതായിരിക്കും. ഈ സമയത്ത് അവിടെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എറണാകുളത്ത് നിന്ന് ആക്റ്റീവായിട്ട് നമ്മളോട് ഇവിടെ ചേർന്നുകൊണ്ടിരുന്ന പലരും ഇന്ന് നമ്മൾ ഈ ഓൺലൈനിലൂടെ കാണത്തില്ല. കാര്യം അവർ ആ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നത് കാരണം അവരിന്ന് നമ്മളോടുകൂടെ കാണത്തില്ല. വരും ദിവസങ്ങളിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. എറണാകുളത്തെ മീറ്റിംഗ് അവരിതിൽ കൂടിയില്ലെങ്കിലും കുഴപ്പമില്ല. എറണാകുളത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം. അവിടെ നമുക്കൊരു നല്ല അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ഉണ്ടാകുവാനായിട്ട്, ഒരു കൂടിവരവ് ഉണ്ടാകുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. എറണാകുളം പട്ടണത്തെ ദൈവത്തിന്റെ ഈ സത്യസുവിശേഷം അറിയിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരും ഉപയോഗിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഒരു കാര്യം കൊണ്ടൊന്ന് പറഞ്ഞോട്ടെ. AWI അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, US നിന്നുള്ള ഡിപ്ലോമ ഇൻ അഡ്വാൻസ്ഡ് ഡിസ്പെൻസേഷണൽ സ്റ്റഡീസ് അടുത്ത ആഴ്ചയിൽ ശനിയാഴ്ച അതിന്റെ ക്ലാസ്, അതായത് 2025-26 ബാച്ച് പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാണ്. ആരെങ്കിലും അതിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബന്ധപ്പെടുവാനായിട്ട് ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. എന്നെ ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഡോക്ടർ ചെറിയാൻ കുര്യനുമായിട്ട് ബന്ധപ്പെടുക. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എല്ലാവരുടെയും മൊബൈൽ കോണ്ടാക്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നോക്കുവാനും അതിന് പ്രകാരം ഞങ്ങളെ ബന്ധപ്പെടുവാനും ഓർപ്പിക്കുകയാണ്. അതുപോലെ മെയ് 20, 21 തീയതികളിൽ നടക്കുന്ന റൈറ്റ് ഡിവിഷൻ സെമിനാർ, കോഴഞ്ചേരിലെ മാരാമണ്ണം മർത്തോമ റിട്രീറ്റ് സെന്ററിൽ നടക്കുന്ന റൈറ്റ് ഡിവിഷൻ സെമിനാർ, അതിനും എല്ലാവരും കൂടി വരുവാനും ഉത്സാഹിക്കുവാനും അതിൻ്റെ ആ രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്ത് അയക്കുവാനും വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഈ വരുന്ന ഈ മീറ്റിങ്ങുകളിലൊക്കെ ഉത്സാഹത്തോടെ പങ്കെടുക്കുവാൻ, നിങ്ങൾക്ക് ഈ സുവിശേഷം സത്യമാണെന്നും കർത്താവ് യേശു ക്രിസ്തു നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ ആയുഷ്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദൗത്യമാണിതെന്നും നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ, പൂർണ്ണമായിട്ട് നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഈ കാര്യങ്ങളിലൊക്കെ ഉത്സാഹത്തോടെ പങ്കെടുക്കുവാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. ഞാൻ ഈ തിരുവചനത്തെ സാക്ഷി നിർത്തി നിങ്ങളോട് പറയാം, ഇതിനപ്പുറത്ത് വേറൊരു സത്യം നിങ്ങൾക്ക് പ്രചരിപ്പിക്കാനില്ല. അത്ര വലിയ നിങ്ങളുടെ ജീവിതകാലത്ത് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും അതിശ്രേഷ്ഠമായ ഒരു കാര്യമായിരിക്കും ഈ സത്യം ലോകമെമ്പാടും അറിയിക്കുക. അതിനുവേണ്ടി നിങ്ങളാവോളം എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യുക എന്നുള്ളത്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അതിനായിട്ട് സഹായിക്കട്ടെ, ഉത്സാഹിപ്പിക്കട്ടെ. കൂടുതൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും ധൈര്യത്തോട് അത് മറ്റുള്ളവരെ അറിയിക്കുവാനും ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മടങ്ങി വരാം. റോമ ലേഖന പഠനത്തിലാണല്ലോ നാം ആയിരിക്കുന്നത്. ഏറ്റവും അതിശ്രേഷ്ഠമായ ഒരു ബുക്കാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 3 അധ്യായങ്ങൾ ചിന്തിച്ച് തീർക്കുവാനായിട്ട് നമുക്കിടയായി. ഇതിന്റെ അവസാനത്തിൽ ഒരു ടെസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് അതിമനോഹരമായ ഒരു സമ്മാനം അതിന് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് അതിന് നോട്ടുകൾ എഴുതിയെടുക്കേണ്ടവർ എഴുതിയെടുക്കുക. ഞാൻ ആ സമ്മാനം എന്നൊക്കെ പറയുന്നത് സമ്മാനത്തിന്റെ ആ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ഒരു വാല്യൂവിനേക്കാൾ ഏറെ ഈ വചനം പഠിക്കുവാൻ നിങ്ങൾക്ക് എല്ലാവരും ആ ഒരു വിഷയത്തിൽ ഉത്സാഹം ഉണ്ടായിരിക്കണം. അതാണ് ഞാൻ അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ വരികയാണ്. റോമാലേഖനം 4-ാം അധ്യായം ഞാനത് പ്രൊജക്റ്റ് ചെയ്യാം. 1-ാമത്തെ വാക്യം മുതൽ കഴിയുമെങ്കിൽ 12-ാമത്തെ വാക്യം വരെ ചിന്തിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. എന്നാൽ നമ്മുടെ പൂർവ്വ പിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയണ്ടു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലാതാനും. തിരുവെഴുത്ത് എന്തു പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു.
ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നത്. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിനും കൂടെയോ? അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്തിലത്രേ. ഞാൻ തൽക്കാലം അവിടെ നിർത്തുക. 12ാമത്തെ വാക്യം വരെ ചിന്തിക്കണം എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. 1ാമത്തെ വാക്യം വായിച്ചത്, എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു? എന്തു പ്രാപിച്ചു എന്ന് പറയേണ്ടു ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ച് തുടങ്ങിയാണ് ഈ ഒരു അധ്യായം ആരംഭിക്കുക. ഈ അധ്യായത്തിലെ ഒരു പ്രധാന പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് നീതീകരണം, അല്ലെങ്കിൽ നമ്മുടെ രക്ഷ. അത് പ്രവൃത്തിയാലല്ല, പ്രത്യുത വിശ്വാസത്താലാണെന്ന് സ്ഥാപിക്കുക, അടിച്ച് ഉറപ്പിക്കുക. കാര്യം അതിന് യാതൊരു വിധത്തിലും സംശയം ബാക്കി നിൽക്കാത്ത നിലയിൽ എല്ലാ സാഹചര്യങ്ങളും എടുത്തുകൊണ്ട് നമ്മുടെ രക്ഷ അല്ലെങ്കിൽ നമ്മുടെ നീതീകരണം നടക്കുന്നത് ഒരു നീതി പ്രവൃത്തിയിലും അല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്ത് നേടുന്നതിലല്ല, ഒരു പ്രവൃത്തിയാലോ അല്ല, മറിച്ച് ദൈവത്തിങ്കൽ കർത്താവ് ഓൾറെഡി നിവർത്തിച്ചിരിക്കുന്ന രക്ഷണ്യ പ്രവൃത്തിയിലെ ആഴമായ വിശ്വാസത്തിലും സമർപ്പണത്തിലുമാണ് നമ്മുടെ രക്ഷ നിറവേറുന്നത് എന്ന് ഈ അധ്യായത്തിൽ കൂടെ പഠിപ്പിക്കുക. ഇതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് നീതീകരണം പ്രവൃത്തിയാലല്ല വിശ്വാസത്താലാണ് എന്നാണ്. 9 മുതൽ 12 വരെയുള്ള വാക്യം പറയുന്നത് നീതീകരണം പരിച്ഛേദനയിലൂടെ അല്ല. അതായത് എല്ലാവർക്കും നീതീകരണത്തിന്റെ സ്കോപ്പ് ഉണ്ട്, പരിച്ഛേദനക്കാർക്ക് മാത്രമല്ല. 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നീതീകരണം ന്യായപ്രമാണത്താലല്ല, അതായത് ന്യായപ്രമാണത്തിൽ ഒരു പ്രവൃത്തിയാലും അല്ല എന്ന് 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പറയുക. 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ഈ വിഷയത്തിൽ അബ്രഹാം നമുക്ക് എങ്ങനെ മാതൃകയായിരിക്കുന്നു എന്നെടുത്ത് കാണിക്കുക. 1 മുതൽ 8 വരെ നീതീകരണം പ്രവൃത്തിയാലല്ല വിശ്വാസത്താലാണ്. 9 മുതൽ 12 വരെ നീതീകരണം പരിച്ഛേദനയാലല്ല. 13 മുതൽ 17 വരെ നീതീകരണം ന്യായപ്രമാണത്താലുമല്ല. 18 മുതൽ 25 വരെ ഈ വിഷയത്തിൽ അബ്രഹാം നമുക്ക് എങ്ങനെ മാതൃകയായിരിക്കുന്നു എന്ന് എടുത്ത് കാണിച്ച് ഈ വിഷയത്തെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. നമ്മൾ ഈ വിഷയത്തിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ പ്രീവിയസ് അധ്യായം 3ാമത്തെ അധ്യായത്തിൽ ചിന്തിച്ച് നിർത്തിയ 1-2 വാക്യങ്ങൾ മാത്രം ഒന്ന് വായിച്ച് അതൊന്ന് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. 20ാമത്തെ വാക്യം, 3ാം അധ്യായത്തിന്റെ 20ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ പഠിച്ചത്, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നദ്ധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ഇതാണ് ന്യായപ്രമാണം കൊണ്ടുണ്ടാകുന്നത്. അവിടെ അതുകൊണ്ട് ഒരു ജഡവും നീതീകരിക്കപ്പെടത്തില്ല. ഇത് നമ്മൾ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്ത് ഓരോന്നോരോന്ന് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല എന്ന് പറയുകയാണ്. അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. അടുത്ത വാക്യം, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആ ഒരു രക്ഷ നമുക്ക് ലഭിക്കുന്നത് വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഇന്ന് ന്യായപ്രമാണത്തിന്റെ ഒരു ആവരണം അതിന്റെ മേലെ ഇല്ല. ഡയറക്റ്റ് കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടുന്ന ഒരു പ്ലെയിൻ കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത് എന്ന് പറയുക. 24, 25 ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ 24 പറയുന്നത് ഇങ്ങനെയാണ്, അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ട് അത്ര നീതീകരിക്കപ്പെടുന്നത്. ഇവിടെ കാളയാടും അതുപോലുള്ള ചെലവേറിയ കാര്യങ്ങളൊന്നും ഇതിനാവശ്യമില്ല. അവന്റെ കൃപയാൽ, കർത്താവിന്റെ കൃപയാൽ യേശു ക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം, റിഡംഷൻ ത്രൂ ജീസസ് ക്രൈസ്റ്റ്, സൗജന്യമായിട്ട് അത്ര നീതീകരിക്കപ്പെടുന്നത്. അതായത് യേശു ക്രിസ്തുവിലെ വിശ്വാസത്തെക്കാൾ ഉപരി കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത നീതി പ്രവൃത്തി, അതിലെ ആഴമായ വിശ്വാസത്തിലും സമർപ്പണത്തിലും സൗജന്യമായിട്ട് അത്ര നീതീകരിക്കപ്പെടുന്നു എന്ന് പറയാം. 25ാം വാക്യം നമുക്കറിയാം, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ. ഞാനതിനെ ഒന്നും എടുത്ത് വീണ്ടും പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് 4ാമത്തെ അധ്യായത്തിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് വായിക്കുന്നത്. അതിന്റെ അടുത്ത ഭാഗത്ത് പറയുന്നത്, ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ കാലങ്ങൾ പാപങ്ങളെ ശിക്ഷിക്കാതെ, അതായത് മുൻകാലങ്ങളിലും ഇതിനു മുൻപ്, അതായത് കർത്താവ് കാൽവറിയിൽ യാഗമാകുന്നതിന് മുൻകാലങ്ങളിലും ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ ഇങ്ങനെ ചെയ്തത്. ദൈവം നീതിമാനായിരിക്കേണ്ടതിന് നീതിമാനും നീതീകരിക്കുന്നവനും നീതിയെ പ്രദർശിപ്പിക്കുന്നവനും ആയിരിക്കുവാൻ വേണ്ടി ആദ്യം മുതലേ
അതായത് ആദാമിനെ സൃഷ്ടിച്ച കാലം മുതലേ ദൈവം ഈ ഒരു വിശ്വാസത്താലായിരുന്നു. അതായത് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ചിരിക്കുന്ന ആ കാൽവറി യാഗത്തിന്റെ ബേസിസിലാണ് ലോകത്തിന്റെ പാപങ്ങളെ ദൈവം ക്ഷമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതിന്റെ പുറത്ത് ന്യായപ്രമാണം എന്ന് പറയുന്ന ഒരു കവർ വീണിരുന്നു പഴയ നിയമ കാലഘട്ടത്തിൽ. എന്നാൽ ഇപ്പോൾ അതില്ല. യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ, ന്യായപ്രമാണത്തിന്റെ ഒരു പ്രവൃത്തിയാലും അല്ല, ഡയറക്റ്റ് കർത്താവിലെ വിശ്വാസത്താൽ നാം ഇന്ന് രക്ഷിക്കപ്പെടുന്ന ഒരു കാലത്തിലേക്ക് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് നമ്മൾ 4-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുക. ഇവിടെ ഒന്നും നിങ്ങൾക്കൊരു സംശയമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം, ഞാനത് ക്ലാരിഫൈ ചെയ്തു തരാം. 4-ാം അധ്യായത്തിൽ അതിന്റെ തെളിവിനായിട്ട്, ഈ പറയുന്ന കാര്യങ്ങളുടെ തെളിവിനായിട്ട് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്ന് 2 സാക്ഷികളെ കൂടെ നിരത്തുക, അവരെ വിളിക്കുക, 2 സാക്ഷികളെ കൂടെ കൊണ്ടുവന്ന് ഈ കാര്യങ്ങൾ കൂടുതൽ ക്ലാരിഫൈ ചെയ്യുക. അതിന്റെ ഭാഗമായിട്ടാണ് 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തുടങ്ങുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്, അതായത് എന്നാൽ നമ്മുടെ പൂർവ്വ പിതാവായിരുന്ന അബ്രഹാമിനെ ഇവിടെ കൊണ്ടുവരിക. അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയുന്നു. 2 സാക്ഷികളെ കൂടെ കൊണ്ടുവരിക. ഒന്ന് അബ്രഹാമാണ്, അത് ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് അബ്രഹാം. രണ്ടാമത് ദാവീദിനെ കൊണ്ടുവരുന്നത് ന്യായപ്രമാണം കൊടുത്തതിന് ശേഷം ഉണ്ടായിരുന്ന ആളാണ് ദാവീദ്. അപ്പം ഇവരുടെ 2 പേരുടെയും കൂടെ എക്സാമ്പിൾ കാണിച്ച് ഈ വിഷയത്തെ ക്ലാരിഫൈ ചെയ്യുക. 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, എന്നാൽ ദൈവസന്നിധിയിൽ ഇല്ലാതാനും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അബ്രഹാം പ്രവൃത്തിയാൽ അല്ല നീതീകരിക്കപ്പെടുന്നത്, തന്റെ വിശ്വാസത്താലാണ്. 3-ാമത്തെ വാക്യം തിരുവെഴുത്ത് എന്തു പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നത്രേ. അതായത് പൂർവ്വ പിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്നൊരു ചോദ്യമാണ്. ഇവിടെ ഒരു തർക്കമാണ്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് നിർത്തിയിരിക്കുക. ഇങ്ങനെ ഒരു തർക്കം വരുമ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ടത് അപ്പച്ചന്മാർ എന്ത് പഠിപ്പിച്ചു എന്നല്ല, നമ്മുടെ പിതാക്കന്മാരും പൂർവ്വ സമ്പ്രദായവും എന്തായിരുന്നു എന്നല്ല നമ്മൾ തിരക്കേണ്ടത്. മറിച്ച് വാട്ട് സെയ്ത് ദ സ്ക്രിപ്ചർ, തിരുവചനം എന്തു പറയുന്നു എന്ന് ചിന്തിക്കണം. നമ്മുടെ ഇടയിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നോക്കേണ്ടത് അതാണ്. നമ്മൾ ക്രിസ്ത്യാനികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആധാരം എന്ന് പറയുന്നത് തിരുവചനമാണ്. ഇതിൽ എന്ത് പറയുന്നു, വാട്ട് സെയ്ത് ദ സ്ക്രിപ്ചർ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷെ ഇന്ന് ക്രിസ്ത്യാനിക്ക് ഇല്ലാതെ പോയിരിക്കുന്ന ഒരു കാര്യം അതാണ്. അവരെല്ലാ കാര്യങ്ങളിലും ഉറച്ചിരിക്കുന്നത് പാരമ്പര്യങ്ങളും പഴങ്കഥകളിലും പഴയ സമ്പ്രദായങ്ങളിലും ഒക്കെയാണ്. ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തു വന്നിരുന്നത്, വചനത്തിൽ അങ്ങനെ പറയുന്നുണ്ട്, സോ വാട്ട്, ഞങ്ങൾ അതിൽ താല്പര്യപ്പെടുന്നില്ല. ഞങ്ങളുടെ പിതൃ സമ്പ്രദായം, അതായത് പൂർവന്മാരുടെ സമ്പ്രദായത്തിലാണ് ഞങ്ങൾ കൂടുതൽ ആശ്രയിക്കുന്നത്. തന്നെയല്ല, ഞാൻ ഇത് ദർശനത്തിൽ കണ്ടിട്ടുണ്ട്, എനിക്കങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്, എന്നോട് പലര് ഇങ്ങനെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി മുട്ടാത്തർക്കങ്ങളും ഉപദേശങ്ങളും ഒക്കെ കേൾക്കാറുണ്ട്. താങ്കൾ കണ്ട സ്വപ്നമോ ഈ ദർശനങ്ങളോ ഒന്നും ഒരു ഡോക്ടറിനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. എന്തൊരു വിഷയത്തിൽ തർക്കമുണ്ടെങ്കിൽ നമ്മുടെ അവസാന വാക്കെന്ന് പറയുന്നത് ബൈബിൾ. ഇതിൽ എന്ത് പറയുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അങ്ങനെ ഒരു ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നതും അതിന്റെ മറുപടിയായിട്ട് 4-ാമത്തെ അധ്യായം പറഞ്ഞു തുടങ്ങിയ. ഇവിടെ പറയുന്നത്, അബ്രഹാം തന്റെ പ്രവൃത്തികളാലാണ് രക്ഷിക്കപ്പെട്ടതെങ്കിൽ തനിക്ക് പ്രശംസിപ്പാൻ വകയുണ്ട്. 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്. പക്ഷെങ്കിൽ ദൈവസന്നിധിയിൽ ഇല്ലാതാനും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രവൃത്തിയാൽ അല്ല, വിശ്വാസത്താലാണ് താൻ രക്ഷിക്കപ്പെട്ടത്. ഞാനത് പറയുമ്പോൾ ആ വാക്യം കൂടെ ഒന്ന് കാണിച്ചിട്ട് മുന്നോട്ട് പോകാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. അവിടെ പറയുകയാണ്, അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അതായത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഇവിടെ ദൈവത്തെങ്കിൽ വിശ്വസിക്കുക. പൗലോസ് അപ്പോസ്തലൻ ഇത് പറഞ്ഞ് കൂടുതൽ ഉറപ്പിക്കുക. കാര്യം ഈ ഒരു വിഷയത്തിൽ ഒരു ആംബിഗ്യൂറ്റീസ്, യാതൊരു വിധത്തിൽ ഒരു ഡൗട്ട് കിടക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്ര ക്ലിയർ ആയിട്ട് ഈ വിഷയം ഉറപ്പിക്കുന്നത്. കാര്യം ഇതിന്റെ ബേസിസിൽ പല കാര്യങ്ങളും ബിൽഡപ്പ് ആകാൻ പോവുക മുന്നോട്ട് നമ്മൾ പോകുന്തോറും. അപ്പൊ അത് വളരെ ഉറപ്പായിരിക്കണം നമുക്ക്. നാം ഇന്ന് രക്ഷിക്കപ്പെടുന്നതോ രക്ഷ നിലനിന്ന് പോകുന്നതോ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തിയാലല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത്. നിങ്ങളുടെ ഒരു ഗുണവും കൊണ്ടല്ല നിങ്ങൾ ഇന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി രക്ഷിക്കപ്പെട്ടിട്ട് നിങ്ങളുടെ രക്ഷ നിലനിന്ന് പോകുന്നതും നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടോ അല്ലെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ട് പോകുവാൻ എന്തെങ്കിലും പ്രവൃത്തികളുടെ ആവശ്യമുണ്ടായിട്ടോ അല്ല. ഫോർ എക്സാമ്പിൾ, ജലസ്നാനം, പതാരം, 10 കൽപ്പന, വിശുദ്ധ ജീവിതം, നീതി പ്രവൃത്തികൾ, ഇതൊന്നും താങ്കളുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ പ്രസക്തമേ അല്ല. ഹലോ, ഞാൻ ഒന്നുകൂടെ പറയാം.
നമ്മൾ ഇന്ന് ക്രിസ്ത്യാനികൾ വിചാരിച്ചിരിക്കുന്ന മാതിരിയുള്ള ജലസ്നാനം, നമ്മൾ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഞാനത് സെപ്പറേറ്റ് ആയിട്ട് പറയാം. അത് അങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷേ പെട്ടെന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം അതൊന്ന് വിടുക. ജലസ്നാനം, പതാരം കൊടുക്കുക, 10 കൽപ്പന അനുസരിച്ചു എന്ന് പറയുക, വിശുദ്ധ ജീവിതം നയിച്ചു എന്ന് പറയുക, അല്ലെങ്കിൽ നീതി പ്രവർത്തികൾ ചെയ്തു എന്ന് പറയുക, ഇതൊന്നും തന്നെ താങ്കളുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ പ്രസക്തമല്ല. സൽപ്രവർത്തികൾ നാം ചെയ്യണം, വിശുദ്ധ ജീവിതം നാം നയിക്കണം. ഇതിനൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത വിഷയം തന്നെയാണ്. പക്ഷെ ഇതൊന്നും നമുക്ക് രക്ഷയ്ക്ക് ഉതകുന്നില്ല. മറിച്ച് അത് രക്ഷിക്കപ്പെട്ടതിന്റെ പ്രോഡക്റ്റാണ്. നാം രക്ഷിക്കപ്പെട്ട ഈ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് വന്നതിന്റെ, ദൈവം നമ്മളെ വീണ്ടെടുത്തതിന്റെ ഒരു പ്രൊഡക്റ്റ്, നമ്മളിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ, നമ്മുടെ വിശുദ്ധ ജീവിതമൊക്കെ. നമുക്ക് ആ ഒരു വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കറിയാം ഞാൻ നാളെ എനിക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്, മരിച്ചാൽ എനിക്ക് എന്ത് സംഭവിക്കും, അല്ല കർത്താവിന്റെ വരവായാൽ എനിക്ക് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞ് എനിക്ക് അത്ര വ്യക്തമായിട്ട് അത് അറിയാവുന്ന കാരണം ഒരുമാതിരിപ്പെട്ട ഒരു കാര്യത്തിലോട്ട് ഇറങ്ങാൻ എനിക്ക് താല്പര്യമില്ല. അല്ലെന്നുണ്ട് നമ്മൾ അതിലേക്ക് പോകത്തില്ല. കാര്യം നമ്മുടെ ഡെസ്റ്റിനി നമുക്ക് വളരെ ക്ലിയറാണ്. നമ്മൾ ഈ വിഷയം മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാപം കൂടുതൽ ചെയ്യുമെന്ന് ആൾക്കാർ പറയും. പക്ഷെന്നുണ്ടെങ്കിൽ അത് നേരെ തിരിച്ച, അത് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് ദൈവം ഇത് തിരുവചനത്തിൽ ഇങ്ങനെ എഴുതി നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. നമ്മുടെ ബുദ്ധി അതിനകത്തിൽ ഉപയോഗിക്കാതിരുന്നാൽ മതി. നമുക്ക് ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ വളരെ വിശുദ്ധിയോടും വേറുപാടോടും എന്താ പറയുന്നത് മര്യാദയ്ക്കും ജീവിക്കുവാനായിട്ട് അത് നമുക്ക് ഉതകും, അത് നമുക്ക് അനുഗ്രഹമായി തീരും, നമുക്ക് ഏറ്റവും പ്രയോജനമായി തീരും. സൽപ്രവർത്തികളും വിശുദ്ധ ജീവിതവും ഒക്കെ നയിക്കുവാനായിട്ട് ഏറ്റവും അത് അനുഗ്രഹമായി തീരും. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ, അതൊന്ന് അല്പം കൂടെ ഒന്ന് പൊട്ടിച്ചു തരാം, അതൊന്നുകൂടെ ഒന്ന് മനസ്സിലാകുവാനായിട്ട്. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരാൾ ഇന്ന് രക്ഷിക്കപ്പെട്ടു, ഇന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ രക്ഷിക്കപ്പെടുന്ന ദിവസം ഞാൻ ഈ കാര്യം മനസ്സിലാക്കി, ഇവിടെ വെച്ച് ഞാൻ രക്ഷിക്കപ്പെട്ടു. ദൈവം എന്നോട് പറയുക, തോമസ് ജോർജ്, വെൽ ആൻഡ് ഗുഡ്, നീ ഇതുവരെയുള്ള കാര്യങ്ങൾ മഹാപാപിയായിരുന്നു, നിന്റെ പാവമെല്ലാം ഞാൻ ക്ഷമിച്ചു തന്നിരിക്കുന്നു. ഇന്ന് മുതൽ നീ പാപിയല്ല, നിന്റെ പാപം ഇവിടെ വെച്ച് ക്ഷമിച്ചു, ഇനി മുതലുള്ള കാര്യങ്ങൾ നീ നോക്കും. ഇത് ചെറുപ്പം മുതൽ നിന്റെ എല്ലാ പാപങ്ങളും ഞാൻ ഇന്ന് വരെയുള്ളതെല്ലാം ക്ഷമിച്ചു തന്നിരിക്കുന്നു. മുന്നോട്ടുള്ള കാര്യങ്ങൾ നീ നോക്കണം. ഇവിടം വരെ ഇന്ന് വരെയുള്ളതെല്ലാം ഓക്കെയാണ്, നാളെ മുതലുള്ള അല്ലെങ്കിൽ ഇതിന് ശേഷമുള്ള കാര്യങ്ങൾ ബാക്കി നോക്കണം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നേരം ഞാൻ വിശുദ്ധനായിട്ടിരിക്കാൻ പറ്റും? നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ഒരു ചാൻസ് കിട്ടാൻ എത്ര ദിവസം നമുക്ക് വിശുദ്ധൻ, എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര മിനിറ്റ്? നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന മാതിരി മീശ ഷേവ് ചെയ്ത് കളയുന്നതോ വെള്ളയുടുപ്പെടുന്നതോ അല്ലെങ്കിൽ ആർക്കെങ്കിലും 10 പൈസ കൊടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ പരസ്യമായിട്ട് കള്ളു കുടിക്കാതിരിക്കുന്നതോ ഒന്നും അല്ല വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? വിശുദ്ധ ജീവിതം നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്നത് തന്നെ എന്തെങ്കിലും തെറ്റായ ചിന്തകൾ വരുന്നത് തന്നെ പാപമാണ്. നമുക്കൊരു മണിക്കൂർ പോലും ആ ഒരു രീതിയിൽ ജീവിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ്, റൈച്ചസ്നെസിന്റെ ആ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ച് നമുക്ക് നമ്മളെ ആ ഒരു പാപമില്ലായ്മയിൽ ജീവിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം നമ്മൾ അങ്ങനെ ഒരു ശരീരത്തിലാണ് നമ്മളെ ദൈവം വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ശരീരത്തിന് വീണ്ടെടുപ്പ് ഉണ്ടായിട്ടില്ല. ഇതിന് വീണ്ടെടുപ്പ് ഉണ്ടാകുന്നത് റാപ്ചറിലാണ്. അന്ന് വരെ നമ്മുടെ ഈ ശരീരത്തിൽ നമുക്ക് തെറ്റുകളും കുറ്റങ്ങളും വരാം. നമുക്ക് പിന്നെ ആ ദിവസം കഴിഞ്ഞിട്ടുള്ളതിന് പാപക്ഷമ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടും പാപത്തിലായിപ്പോ നമ്മുടെ രക്ഷ നമ്മൾ അന്നത്തെ ദിവസം തന്നെ നഷ്ടപ്പെട്ടു പോകും. ഇതുകൊണ്ടാണ് നാം വീണ്ടെടുക്കപ്പെട്ട ഒരാളെ പരിശുദ്ധ ആത്മാവിനാൽ മുദ്രയിടുക. നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ തന്നെ പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ മുദ്രയിട്ട് വീണ്ടെടുപ്പിൻ നാൾ വരെ, ആ റാപ്ചർ ഡേ വരെ നമ്മളെ പരിശുദ്ധ ആത്മാവിനാൽ മുദ്രയിടുക. ഞാൻ മുന്നോട്ട് പോകുമ്പോഴത്തേന് വചനം എടുത്ത് കാണിച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ പറഞ്ഞു വരുന്നത് ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. കാര്യം അതിന്റെ പൂർണ്ണ മഹത്വം ദൈവത്തിനുള്ളതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 1 അധ്യായം അതിന്റെ 26 വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 1 കൊരിന്ത്യർ 1 അധ്യായം അതിന്റെ 26 വാക്യം. അവിടെ എങ്ങനെയാ പറയുന്നത്? 26 വാക്യം. സോറി, ഞാനത് പ്രൊജക്ട് ചെയ്തില്ല. അതാ ഇവിടെ ഇങ്ങനെയാ പറയുന്നത്: സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവേൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ദൈവം അവരോട് ആ ഒരു രീതിയിൽ അവരെ സെലക്ട് ചെയ്തിട്ടില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുക, കൊരിന്ത്യരോട് പറയാം. നിങ്ങൾ തന്നെ നോക്കുവേൻ, നിങ്ങളുടെ കൂട്ടത്തിൽ വലിയ ലോകാഭിപ്രായ പ്രകാരം വലിയ ജ്ഞാനികളോ സ്തോയിക്കരോ എപ്പിക്കൂര്യരോ അതുപോലുള്ള തത്വശാസ്ത്രജ്ഞന്മാരോ ഒന്നും നിങ്ങളുടെ കൂടെ ഇല്ല. ബലവാന്മാരും ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. നിങ്ങൾ വളരെ സാമാന്യ ജനമാണ്, സാധാരണക്കാരാണ്. ഇവിടെ 27 വാക്യം അവിടെ പറയാം: ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു,
ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തെരഞ്ഞെടുത്തു. കർത്താവ് ജനിച്ചത് കണ്ടോ എവിടാന്ന്? കർത്താവ് എങ്ങനെ ലോകത്തിൽ വന്നതെന്ന് കണ്ടോ? ടാറ്റയുടെയും അംബാനിയുടെയും വീട്ടിൽ അല്ല വരുന്നത്. കർത്താവ് എങ്ങനെ ഈ ലോകത്തിലേക്ക് വന്നതെന്ന് കണ്ടോ? പറയാ, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ. ഹെരോദാവിന്റെ കൊട്ടാരത്തിലല്ല കർത്താവ് ജനിക്കുന്നത്. ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു. അടുത്ത കണ്ടോ, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായത് ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. 29-ാമത്തെ വാക്യം അത് പറയാണ്, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ഇവിടെ ഒരുത്തരും ഒരു കാര്യത്തിലും പ്രശംസിക്കാതിരിക്കാനാ ദൈവം അങ്ങനെ ചെയ്തതെന്ന് തിരുവചനത്തിൽ കൂടെ നമ്മളോട് പറയുക. ആ ഒരു കാര്യം ദൈവം തിരഞ്ഞെടുത്തത്, ദൈവസന്നിധിയിൽ ഒരു ജഡവും എനിക്ക് ഇന്നതൊക്കെ ചെയ്ത് ഞാൻ ഇന്നതൊക്കെ നേടി, അതുകൊണ്ട് എനിക്ക് രക്ഷ നേടുവാനായിട്ട് കഴിഞ്ഞു എന്ന് ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. നിങ്ങൾക്കോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തെങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അവനാണ് നമുക്ക് വീണ്ടെടുപ്പും ശുദ്ധീകരണവും ഒക്കെ ആയിത്തീരുന്നത്. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. യാതൊരു വിധത്തിലും നമുക്ക് പ്രശംസിക്കാനുള്ള വഴിയില്ല. That according to as it is written, he that glorieth, let him glory in the Lord. നമുക്ക് യാതൊന്നും പ്രശംസിക്കുവാൻ വഴിയില്ല എന്ന് എഴുതിയിരിക്കുന്ന പോലെ ആകേണ്ടതിന് തന്നെ. പ്രശംസിപ്പാൻ ഒരു യോഗ്യതയും നമുക്കില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് യുവർ മെറിറ്റ്സ് or because of our merits. It is purely because of his grace we are saved. You get access to his grace by faith in the death, burial and resurrection of Jesus Christ. അതാണ് ഇന്ന് ആക്ച്വലി നടക്കുന്നത്. നമുക്കിവിടെ ഒന്നും ചെയ്ത് നേടാൻ പറ്റുന്ന ഒരു കാലഘട്ടമോ ഒരു രക്ഷാ പദ്ധതിയിലോ അല്ല ഞാൻ നിങ്ങളുമായിരിക്കുന്നത് എന്ന് ഈ അധ്യായത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് ക്രിസ്ത്യൻഡത്തിന്റെ ഒരു നല്ല ഭാഗം, ക്രിസ്തീയ സമൂഹത്തിലെ ഒരു നല്ല ഭാഗം വിശ്വസിച്ചിരിക്കുന്നത് കൃപയാൽ വിശ്വാസം മൂലമാണ് നാം രക്ഷിക്കപ്പെടുന്നത്. പക്ഷെ രക്ഷ നിലനിൽക്കണമെങ്കിൽ നീതിപ്രവൃത്തികൾ വേണം എന്നൊരു തെറ്റിദ്ധാരണയാണ്. ഈ ഒരു വിശ്വാസത്തിലാണ് ഇന്നൊരു നല്ല ശതമാനം ക്രിസ്ത്യാനികളും ആയിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ മനസ്സിലായ ഞാൻ എന്താ പറഞ്ഞെന്ന്? അവിടെ പറയാണ്, കൃപയാൽ വിശ്വാസം മൂലമാണ് നാം രക്ഷിക്കപ്പെടുന്നത്. അതായത് രക്ഷിക്കപ്പെടാനായിട്ട്, പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കപ്പെടുവാനായിട്ട് നമുക്ക് ആ കൃപയുടെ ആവശ്യമുണ്ട്. പക്ഷേ അന്ന് മുതൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നിലനിർത്തുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് നീതിപ്രവൃത്തികൾ കൂടെയും വിശുദ്ധ ജീവിതത്തിൽ കൂടെയും നമ്മളാണ് അത് നിലനിർത്തി പോകുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും എന്നൊരു ചിന്തയാണ് ഇന്ന് ക്രിസ്ത്യൻഡത്തിന് ഒരു നല്ല ശതമാനത്തിനുമുള്ളത്. എന്നാൽ അതൊരു തെറ്റായ ചിന്തയും തെറ്റായ പഠിപ്പിക്കലുമാണ്. ഇതിനെയാ സെമി പെലേജിനിസം എന്ന് പറയുന്നത്. പെലേജിയൻ എന്ന് പറയുന്ന ഒരു ദുരുപദേശകനായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്നിരുന്ന ഒരു എന്താ പറയുന്നത്, ഒരു സ്കൂൾ ഓഫ് തോട്ട് ആയിരുന്നു ഈ പറയുന്നത്. അതായത് രക്ഷിക്കപ്പെടാൻ കൃപ നമുക്ക് വേണം. ആ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ഇസ് അപ് ടു us. നമുക്ക് നമ്മുടെ സൽപ്രവൃത്തികളും നമ്മുടെ വിശുദ്ധ ജീവിതവും ഒക്കെ കൂടാണ് അത് നിലനിന്നു പോകുന്നത്. ഇത് സംഭവം ഇന്ന് ക്രിസ്ത്യാനിറ്റിയിൽ നൈസായിട്ട് ക്രീപ്പിൻ ചെയ്തിരിക്കുകയാണ്. ഇന്ന് ക്രിസ്ത്യാനിയുടെ എല്ലാം വിശ്വാസം അതാണ്. ഇങ്ങനെ നമ്മൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. സുവിശേഷം എന്താണ് നമുക്ക് മനസ്സിലായിട്ടില്ല. ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്ന വീണ്ടെടുപ്പിന്റെ വില എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ അർത്ഥം. എഫേസ്യ ലേഖനം 2:8-9 ഞാനൊന്ന് പെട്ടെന്ന് വായിച്ച് കേൾപ്പിക്കാം. എഫേസ്യ ലേഖനം 2:8-9 ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് നമ്മുടെ നാഷണൽ ആന്തമാണ്. അവിടെ പറയുക, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്കൊന്ന് വിവരിച്ചു തരാമോ? വേറെ എന്തെങ്കിലും ആണോ ഇവിടെ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ തിരിച്ചും മറിച്ചും തലതിരിച്ചും ഒക്കെ ഒന്നിനൊന്ന് വായിച്ചു നോക്കിക്കട്ടെ, എന്താ ഇതിൽ എഴുതിയിരിക്കുന്നതെന്ന്. ഇവിടെ പറയാണ്, കർത്താവിന്റെ കൃപയാൽ യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ച ആ രക്ഷണ പ്രവൃത്തിയിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുക. അതിന് നിങ്ങൾ കാരണമേ അല്ല. നോ മാറ്റർ ഹൂ യു ആർ. നിങ്ങളുടെ ഒരു ക്രെഡൻഷ്യൽസും അതിന് കാരണമല്ല. ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു എന്ന് പറയാം. കാര്യം, കർത്താവ് കാൽവറിയിലൂടെ നിവർത്തിച്ച രക്ഷണ പ്രവൃത്തിയിലെ ആഴമായ വിശ്വാസവും സമർപ്പണവും അത് വന്നതുകൊണ്ട് താങ്കൾ രക്ഷിക്കപ്പെട്ടിരിക്കുക. അടുത്ത വാക്യം പറയുന്നതുകൊണ്ട് ആരും പ്രശംസിക്കാതിരിപ്പാൻ, നമ്മളിപ്പോ കൊരിന്ത്യരിൽ വായിച്ചതുപോലെ അടുത്തൊരു വാക്യം, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ഇത് ആരൊക്കെയിട്ട് ഉറപ്പിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. ഇവിടെ രക്ഷ എങ്ങനെ ലഭിക്കുന്നുവെന്ന് സിമ്പിളായിട്ട് പറഞ്ഞിരിക്കുക. അത്രയ്ക്ക് സിമ്പിളാണ് ഈ കാലഘട്ടത്തിലെ രക്ഷ എന്ന് പറയുന്നത്. കാര്യം, നമ്മൾ ഈ പഴയ നിയമത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിലെ നിയമങ്ങളും 613 കൽപ്പനകളും അതിന്റെ സബ് ക്ലോസസും ഒന്നും പരിചയമുള്ളവരല്ല.
നമ്മൾ അന്യജാതികളും ഇതിനെക്കുറിച്ച് ABCD അറിയാത്തവരുമായി നിന്നിരുന്നവരാ. നമ്മെ വീണ്ടെടുക്കുവാൻ കർത്താവ് കാൽവറിയിലൂടെ തകർക്കപ്പെടുകയും ആ തങ്ക രക്തം നമുക്ക് മറുവിലയായി കൊടുത്തിരിക്കുക. ഒരു സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ് നടന്നിരിക്കുക. അതിലെ ആഴമായ വിശ്വാസവും സമർപ്പണവും. ദാറ്റ്സ് ഇറ്റ്. അതാണ് നമ്മുടെ രക്ഷയ്ക്ക് ഉള്ള ഒരേ ഒരു മാർഗമെന്ന് എഫേസ്യ ലേഖനം അത് എടുത്ത് പറയുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ നാഷണൽ ആന്തമാണ്. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം ഇന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുക. ഇവിടെ വേറെ ഒരു സംഗതിക്കും നമ്മൾ രക്ഷിക്കാൻ കഴിയത്തില്ല. ഈ രക്ഷിക്കപ്പെടുന്നതിലും ആ രക്ഷ നിലനിർത്തുന്നതിലും നമ്മുടെ റോൾ എന്ന് പറയുന്നത് സീറോയാണ്. നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സീറോയാണ്. നിങ്ങൾക്കൊരല്പം സംശയം ഈ വിഷയത്തിലുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ മുന്നോട്ട് കാര്യങ്ങൾ പോകും? ഞാൻ വരാം. ഇത് മുന്നോട്ട് പഠിക്കുമ്പോഴും അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. നമുക്ക് മനസ്സിലാകും. ഇവിടെ ആ ബേസ് മനസ്സിലായി വേണം മുന്നോട്ട് പോകാനായിട്ട്. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിലും നമ്മുടെ രക്ഷ നിലനിന്ന് പോകുന്നതിലും നമ്മുടെ കോൺട്രിബ്യൂഷൻ സീറോയാണ്. ഇവിടെ ഒന്നും ചെയ്ത് നമുക്ക് നേടാൻ കഴിയത്തില്ല. ഞാനൊരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. ഗെത്സമന തോട്ടത്തിൽ കർത്താവ് കരയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? കരയുന്നത് കണ്ടോ? എന്തോ ആഴമായിട്ടാണ് കർത്താവ് കരയുന്നത്. യേശു ക്രിസ്തു കരയുക ഗെത്സമന തോട്ടത്തിൽ. ആ തോട്ടത്തിൽ കരയുമ്പോൾ ഈ വിയർപ്പ് തുള്ളികൾ ബ്ലഡ് മാതിരിയാണ്. ബ്ലഡ് ദേഹത്തോട് വീഴുന്നത് ബ്ലഡാ വിയർപ്പ് മാതിരി വരുന്നത്. അതുപോലെ മനപ്രയാസം ഉണ്ടായിട്ട് സഹിക്കാൻ കഴിയാത്ത രീതിയിൽ പല വെയിനുകളും പല മൈന്യൂട്ട് എന്താ പറയുന്ന വെയിനുകളും ഒക്കെ പൊട്ടിയിട്ട് ആ ബ്ലഡ് കൂടെ വിയർപ്പ് തുള്ളിയായിട്ട് ബ്ലഡ് വെളി വരും. അതുപോലെ മനോവേദനയിൽ കർത്താവ് കരയുക. ആ കരയുമ്പോൾ ചോദിക്കുന്നത്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോണെന്ന്. നമുക്ക് ഈ വിഷയം അറിയാൻ വയ്യാത്തവർ വിചാരിക്കുന്നത് കർത്താവ് പിറ്റേ ദിവസം ക്രൂശീകരണവും അല്ലെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അടികൊള്ളുന്നതും ഈ ഇവരുടെ മുന്നിൽ നിൽക്കുന്നതും പിലാത്തോസിന്റെ മുന്നിൽ നിൽക്കുന്നതൊക്കെ ഓർത്ത് പേടിച്ചിട്ടാന്നൊക്കെ മറ്റുള്ളവർ ആക്ഷേപിക്കാറുണ്ട്. കർത്താവ് അതിലൊന്നും ഒരു പേടിയോ ആ ഒരു വിഷയം ചിന്തിച്ചിട്ടേ അല്ല. ഈ ലോകത്തിലുള്ള ഒരു സംഗതികളും പേടിച്ചിട്ടല്ല. അടിയൊക്കെ കൊള്ളുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർപ്പിച്ചിട്ടുണ്ടല്ലോ. അതിനെ ദൈവം ആസ്വദിക്കുക. അവൻ മരണം ആസ്വദിച്ചു എന്നാ പറയുന്നത്. കുടിക്കാൻ കൊടുക്കുന്ന കണ്ടിവണ്ണ പോലും കുടിക്കുന്നില്ല. കാര്യം ആ മരണം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാ കർത്താവ് അതുപോലെ അതിനെ ആസ്വദിക്കുക ചെയ്ത്. അവിടുത്തെ പേടിയൊന്നും അല്ല വിഷയം. ഇവിടെ ചോദിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിതാവിനോട് ചോദിക്കുക, ഈ ഉലകത്തിന്റെ മുഴുവനും പാപവും തന്റെ മേൽ ചുമത്തുക, എന്നിട്ട് താൻ ആ ക്രൂശിൽ പരമയാഗമാകുക, ഒരു പ്രായശ്ചിത്ത യാഗമാകുക. നീതിമാനായ ദൈവത്തിന്റെ മുമ്പിൽ പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് ദൈവം അവനെ പാപമാക്കുക. അത് ദൈവത്തിന് സഹിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഈസ് ദ എനി അതർ വേ ടു റിഡീം ദ മാൻകൈൻഡ്? മനുഷ്യനെ വീണ്ടെടുക്കാൻ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? ഉണ്ടെങ്കിൽ അത് അവിടെ ചെയ്തേനെ. ഇവിടെ ചോദിക്കുകയാണ്, പിതാവേ ഈ പാനപാത്രം ഒഴിഞ്ഞു പോകുവാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കുക. അതിന് മറുപടി പറയുന്നില്ല തന്നെയല്ല, പിതാവായ ദൈവം പുത്രനെ പരിപൂർണമായിട്ട് കൈവിടുക. 3 പ്രാവശ്യം സാഷ്ടാംഗം വീണ് കിടന്ന് ചോദിച്ചിട്ട് അതിന് മറുപടി കിട്ടിയില്ല. നിങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നുണ്ട്. അതെന്താ അവിടെ ചോദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈസ് ദെയർ എനി അതർ വേ? വേറെ ഏതെങ്കിലും മാർഗത്തിൽ കൂടി ഈ ലോകത്തിന്റെ പാപം കഴുകി കളയുവാൻ അല്ലെങ്കിൽ ആ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. ഒരു മാർഗവും ഇല്ല. അതുകൊണ്ടാണ് പിതാവ് പുത്രനെ കൈവിടുന്നതും പുത്രൻ ഒരു സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റിന് റെഡിയാകുന്നതും ആ കാര്യങ്ങൾ നടക്കുന്നതും. പാപത്തിന്റെ പരിഹാരം നിവർത്തിയാകുന്നത് അതിലൂടെയാണ്. വേറെ ഒരു മാർഗവും നമുക്ക് പ്രശംസിക്കുവാൻ, നമ്മുടെ കോൺട്രിബ്യൂഷൻ, സെൽഫ് റൈച്ചിയസ്നെസ് അതിലൊന്നും ഇല്ല. നമുക്ക് അതിലൊന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് കർത്താവിന്റെ രക്തത്തിലാണ്. ഇത് നാം രക്ഷിക്കപ്പെടുന്നത് നമ്മുടെ പാപങ്ങളെ ദൈവം, അതായത് എൻ്റെ പാപത്തെ ദൈവം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ തോളിലേറ്റി. യേശു ക്രിസ്തു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതിലല്ല ഞാനിന്ന് രക്ഷിക്കപ്പെടുന്നത്. നമ്മുടെയൊക്കെ ഈ വിശ്വാസ പ്രമാണത്തിൽ വന്നു പോയിരിക്കുന്ന ഒരു വലിയ തെറ്റാ അവിടെ, ഒരു വലിയ ട്രാപ്പാ അത്. തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ട്രാപ്പാ അത്, ഒരു കുടുക്കാത്. ഈ വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞിട്ട് എല്ലാ പള്ളിയിലും ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും കാണാപ്പാഠം പഠിച്ചു വെച്ചിരിക്കും. അവരെല്ലാം പറയുന്നത് യേശു ദൈവമാണ്, പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, കർത്താവ് ലോകത്തിൽ വന്നു, കന്യകാ മറിയത്തിൽ ജഡമെടുത്തു, പൊന്തിയാസ് പിലാത്തോസിനാൽ ക്രൂശിക്കപ്പെട്ടു. ഇതെല്ലാം ശരിയാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു രക്ഷയ്ക്കും അത് ഗുണമാകത്തില്ല. ഇറ്റ് ഈസ് എ ക്ലിയർ വേസ്റ്റ്. സോറി ടു സേ ദാറ്റ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനകത്തിൽ നമ്മുടെ സുവിശേഷമില്ല. അത് മറഞ്ഞിരിക്കുക, തന്ത്രപരമായിട്ട് മറച്ചിരിക്കുക. നമ്മുടെ സുവിശേഷം യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്നതിലല്ല. നമ്മളെക്കാട്ടിൽ ഭംഗിയായിട്ട് അത് സാത്താൻ അറിയാം. അവൻ വിറയ്ക്കുക കർത്താവിന്റെ മുന്നിൽ നിന്നിട്ട്.
കാര്യം അവൻ അറിയാൻ ദൈവം ആരാന്നുള്ളത്. അതുപോലെ അവന് വിശ്വാസമുണ്ട്. നമ്മൾ യേശു ദൈവമാണെന്ന് വിശ്വസിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. അതിലല്ല നാം ഇന്ന് രക്ഷിക്കപ്പെടുന്നത്. കർത്താവ് ഇവിടെ വന്നെന്നോ മരിച്ചെന്നോ ഉയർത്തെന്നോ പോയി എന്നോ പിന്നെയും വരുമെന്നോ നീതിമാനായിട്ട് ന്യായം വിധിക്കുമോ, ഇതിലൊന്നും ഒരു പ്രയോജനവും താങ്കൾക്കില്ല. ചത്തുപോകും, നിങ്ങളെ കുഴിച്ചിടും, നിങ്ങൾ നേരെ യാതനാ സ്ഥലത്തേക്ക് പോകും. അതിനുശേഷം വെള്ളസിംഹാസനത്തിലെ ന്യായവിധി നാളിൽ അവിടെ എഴുന്നേറ്റ് വരും. നിങ്ങളുടെ ന്യായവിധി എന്താണെന്ന് വായിച്ച് കേൾപ്പിക്കും, നിത്യ നരകത്തിലേക്ക് തള്ളും. എവിടെയെങ്കിലും എഴുതി വെച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഓർമ്മ വരും. ഫ്രിഡ്ജിലങ്ങനെ എഴുതി ഒട്ടിച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ നല്ലതാണ്. ഇതിലൊന്നുമല്ല താങ്കൾ രക്ഷിക്കപ്പെടുന്നത്. ഇന്ന് നാം രക്ഷിക്കപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പാപം, ഞാൻ പാപിയായിരുന്നു, എൻ്റെ പാപം തൻ്റെ തോളിലേറ്റിക്കൊണ്ട് കർത്താവ് എനിക്ക് പകരമായിട്ട് ഒരു മറുവില യാഗമായി തീർന്നു, ഒരു പ്രായശ്ചിത്ത യാഗമായി തീർന്നു. ആ യാഗത്തിലെ വിശ്വാസത്താൽ എനിക്കിന്ന് കയറി അങ്ങനെ യാഗമാകേണ്ട ആവശ്യമില്ല, ഞാൻ ആയാലും പ്രയോജനമില്ല. ബിക്കോസ് എൻ്റെ രക്തം പാപമുള്ള രക്തമാണ്. ഞാൻ ആദാമിന്റെ ലീനിയേജിൽ വന്നിരിക്കുന്ന രക്തം, അത് മുഴുവനും പാപമുള്ള രക്തമാണ്. അത് മറുവിലയായിട്ട് കൊടുത്തുകൊണ്ട് ഒരു പ്രയോജനവുമില്ല, പാപത്തിന് പരിഹാരമാകത്തില്ല. അതുകൊണ്ടാണ് ആദാമിന്റെ ലീനിയേജിൽ നിന്ന് മാറി പരിശുദ്ധ ആത്മാവിൽ കൂടി കർത്താവ് കന്യകാ മറിയമിൽ ജഡമെടുത്തത്. അതുകൊണ്ടാണ് മരണത്തിന്റെ മേൽ അവൻ അധികാരമില്ലാത്തത്, സാത്താൻ അധികാരമില്ലാത്തത്. ആ പരിശുദ്ധ രക്തമാണ് നമുക്ക് മറുവിലയായിട്ട് കൊടുത്തിരിക്കുന്നത്. ആ കർത്താവിന്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുക. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം, ഞാനത് നിങ്ങളൊന്ന് പെട്ടെന്നൊന്ന് പ്രൊജക്ട് ചെയ്തോട്ടെ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്, ഇത് കണ്ടില്ലേ, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. വേറെ ഒന്നുമല്ല നമ്മളെ വീണ്ടെടുക്കുന്നത്. ഇറ്റ് ഈസ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ഇൻ whom we have redemption through his blood, the forgiveness of sins according to the riches of his grace. കർത്താവിന്റെ കൃപയാൽ അവന്റെ രക്തത്താൽ നമുക്ക് പാപത്തിന്റെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. 2-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം, 2-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം അവിടെ പറയുക, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ, ഇതുമായിട്ട് യാതൊരു സംബന്ധമില്ലാതെ തള്ളപ്പെട്ട് കിടന്നിരുന്നതായ നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നിരിക്കുക. ഇതാണ് നമ്മുടെ രക്ഷ. നമ്മളിപ്പോ റോമാലേഖനത്തിൽ പഠിച്ച അതിന്റെ 3-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിന്റെ പ്രാരംഭ ഭാഗത്ത് പഠിച്ചു. ഇത് തന്നെയാണ് അവിടെ പറയാം, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ എല്ലാം പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിന്റെ രക്തത്തിലാണ്. ആ മറുവില യാഗമായിട്ട് ദൈവം നമുക്ക് വേണ്ടി മറുവില യാഗമായിരിക്കുക. അല്ലാതെ നമ്മുടെ ഒരു പ്രവൃത്തിയും ഇതിന് സീറോ കോൺട്രിബ്യൂഷൻ ആണ് നമ്മുടേത് എന്ന് പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വാക്യം കൂടി ഇതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് കാണിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകാം. നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, ഞാൻ പറഞ്ഞു, നമ്മുടെ പാപങ്ങളെ കർത്താവ് തോളിലേറ്റിക്കൊണ്ട് നമുക്ക് പകരമായിട്ട് കർത്താവ് കാൽവറിയിൽ യാഗമായി. ആ യാഗത്തിലുള്ള പരിപൂർണമായ വിശ്വാസത്താൽ ഞാൻ ക്ലെൻസ്ഡ് ആവുക. അതേ മൊമെന്റിൽ തന്നെ പരിശുദ്ധ ആത്മാവിൽ എന്നെ മുദ്രയിടുക. അത് പരിശുദ്ധ ആത്മാവിനെ അച്ചാരമായിട്ട് തരും. അച്ചാരം എന്ന് പറഞ്ഞാൽ ഡൗൺ പേയ്മെന്റ്, അഡ്വാൻസ്, അതിന്റെ ഒരു കൺഫർമേഷൻ, ഡൗൺ പേയ്മെന്റ് ആയിട്ട് തരിക. എന്തിന്റെ ഡൗൺ പേയ്മെന്റ്? എന്നെ വീണ്ടെടുത്തുവെന്നും എന്നെ മുദ്രയിട്ടിരിക്കുന്നു, ഇനിയും വേറെ ഒരു ശക്തിക്കും എന്നെ അതിൽ നിന്ന് മാറ്റുവാൻ കഴിയത്തില്ല. ഈ വാക്യം ഒന്ന് വായിച്ചു നോക്കി. ഇവിടെ പറയുന്നുണ്ട്, ഇത് മലയാളത്തിലെ ട്രാൻസ്ലേഷൻ നമ്മളെ എത്രയും കുഴപ്പിക്കാമോ അത്രയും കുഴപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ മലയാളത്തിലെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ആള്. ഇംഗ്ലീഷ് വളരെ ക്ലിയർ. മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന അവനിൽ നിങ്ങൾക്കും, എനിവേ ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. അവനിൽ നിങ്ങൾക്കും, അതായത് കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം. എന്താ നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം? യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നതെന്നോ? അല്ല. എൻ്റെ പാപം തൻ്റെ തോളിലേറ്റിക്കൊണ്ട് കർത്താവ് എനിക്ക് പകരമായി മരിച്ചു, എൻ്റെ പാപത്തിന് പകരമായിട്ട് കർത്താവ് മരിച്ചു എന്നുള്ളത് മനസ്സിലായോ? ക്രൈസ്റ്റ് ഡൈഡ് ഫോർ മൈ സിൻസ്. അതാണ് എൻ്റെ സുവിശേഷം. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം. ഇതാണ് സത്യവചനം. നിങ്ങൾ കേൾക്കുകയും, അത് നിങ്ങൾ ആദ്യം കേൾക്കണം, നിങ്ങളുടെ ചെവിയിലോട്ട് അത് കയറണം, നിങ്ങൾ കേൾക്കണം. അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് അതിൽ നിങ്ങൾ വിശ്വസിച്ച് കേട്ട് കഴിഞ്ഞ് അതിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ തൻ്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട്, ഓക്കെ, അത് അവിടെ നീക്കട്ടെ, അതൊരിച്ചിരി കുരുക്കി കളഞ്ഞു, അതുകൊണ്ട് അതവിടെ തൽക്കാലം നീക്കട്ടെ. അടുത്ത വാക്യത്തിലേക്ക് നോക്കാം. നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. കണ്ടോ? ഇംഗ്ലീഷിൽ ഇത് വളരെ ക്ലിയറാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ മനസ്സിലാവും.
അവിടെ വളരെ സിമ്പിളാണ്. ഇൻ ഹൂം യു ഓൾസോ ട്രസ്റ്റഡ്. ട്രസ്റ്റഡ് ആണ്, വിശ്വസിക്കുകയല്ല. ആ ട്രസ്റ്റ് എന്ന് പറയുന്നത് ആഴമായ സമർപ്പണമാണ്. ഇൻ ഹൂം ഈ ഓൾസോ ട്രസ്റ്റഡ്. ആഫ്റ്റർ ദാറ്റ് ഈ ഹേർഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. ആ സത്യവചനം നിങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ അതിൽ വിശ്വസിക്കുകയും ദ ഗോസ്പൽ ഓഫ് യുവർ സാൽവേഷൻ, അതായത് നിങ്ങളുടെ രക്ഷയോടുള്ള ബന്ധത്തിലുള്ള സുവിശേഷം, രക്ഷാ സുവിശേഷം. ഇൻ ഹും ഓൾസോ ആഫ്റ്റർ ഈ ബിലീവ്ഡ്, നീ വിശ്വസിച്ച ആ സുവിശേഷം, ഈ വെയർ സീൽഡ് വിത്ത് ദാറ്റ് ഹോളി സ്പിരിറ്റ് ഓഫ് പ്രോമിസ്. ആ വാഗ്ദത്തത്തിന് പരിശുദ്ധ ആത്മാവിനാൽ അത് വിശ്വസിച്ച് കഴിയുമ്പോഴത്തെ നമ്മളെ മുദ്രയിടുക. അടുത്ത വാക്യം കണ്ടോ, ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് വിച്ച് ഈസ് ദ ഏണസ്റ്റ് ഓഫ് അവർ ഇൻഹെറിറ്റൻസ് until the redemption of the purchased possession unto the price of his glory. നമ്മുടെ ആ വാഗ്ദത്തത്തിന്റെ നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ആ അച്ചാരം, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശമാണ്, നമ്മുടെ അവകാശത്തിന്റെ ആചാരമാണ്. അതായത് നമ്മൾ ഒരിക്കൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ അവകാശമായിട്ട് അതിനെ ഡൗൺ പേയ്മെന്റ് തന്ന് അതിനെ ഉറപ്പിച്ചിരിക്കുക, അഡ്വാൻസ് തന്ന് അതിനെ ഉറപ്പിച്ചിരിക്കുക. എന്താ അഡ്വാൻസ് തന്നിരിക്കുന്നത്? പരിശുദ്ധ ആത്മാവിനെ. വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ട് പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുക എന്ന് പറയുക. എത്ര കൃത്യം ആ വാക്യം നോക്കിയാൽ 4-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം കൂടി ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 4-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം. അവിടെ പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഒരിക്കൽ നിങ്ങളെ സീൽ ചെയ്ത് കഴിഞ്ഞാൽ, ദൈവം മുദ്രയിട്ട് കഴിഞ്ഞാൽ, പരിശുദ്ധ ആത്മാവിനാൽ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അവനെ ദുഃഖിപ്പിക്കരുത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റായ പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടേച്ചങ്ങ് എന്നേക്കുമായിട്ട് പോവുകയല്ല. അങ്ങനെ പോകാനാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും 12 പ്രാവശ്യം വീതം പൊക്കോണ്ടിരിക്കണം. ഇവിടെ പറയുന്നത് കണ്ടില്ലയോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ആ റിഡംഷൻ ഡേ, നമ്മുടെ ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഉണ്ടാകുന്ന നാൾ വരെ, ഒരു പുതിയ ശരീരം നമുക്ക് ലഭിച്ച് നാം ചേർക്കപ്പെടുന്ന നാൾ വരെ നമ്മെ മുദ്രയിട്ടിരിക്കുക. ഇതാണ് നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് പദ്ധതി. നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഞാൻ അവിടേക്ക് നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബാധ്യസ്ഥനാണ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്യാം. ഇതാണ് ഞാൻ അവിടുന്ന് മാറുക. ഇത് നമ്മുടെ വിശദീകരണം, മനസ്സിലായോ? അത് നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നതല്ല, മറിച്ച് പരിശുദ്ധ ആത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നത് കൊണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അട്ടർലി ഫെയിൽഡ് ആയിപ്പോയനെ. നമ്മളെ അത് ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ നമ്മൾ മിസറബിളി ഫെയിൽ ആയിപ്പോയനെ. പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നതുകൊണ്ട് ഐ താങ്ക് ദ ലോർഡ് ഫോർ ദാറ്റ്. എൻ്റെ കയ്യിലെ കുഴപ്പങ്ങളും എൻ്റെ കയ്യിലെ കുറവുകളും കാണുമ്പോഴത്തേന് അത് വീണു പോകുന്നതല്ല. പരിശുദ്ധ ആത്മാവിനാൽ അത് ഒടുക്കത്തെ നാൾ വരെ നമ്മളെ മുദ്രയിട്ടിരിക്കുക. ഇത് നമ്മുടെ വിശദീകരണം കൊണ്ട് സംഭവിക്കുന്നതല്ല, മറിച്ച് പരിശുദ്ധ ആത്മാവിനാൽ സംഭവിക്കുന്നതാണ്. 4-ാമത്തെ വാക്യം വായിച്ച് കേൾപ്പിക്കാം. 4-ാമത്തെ വാക്യം, റോമലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. അവിടെ പറയുക, എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. ഈ ഒരു വിഷയം പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുക. അതിന്റെ പല ആസ്പെക്റ്റുകളായി സംസാരിക്കുന്നത്. അവിടെ പറയുകയാണ്, പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ട് അത്ര എന്ന് പറയും. അതായത് ഒരു മനുഷ്യൻ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അവൻ അതിന്റെ പ്രതിഫലം കിട്ടുന്നത് കടമായിട്ട്, അതായത് അവൻ അതിന് കടംപെട്ടിരിക്കുക, അവന് ന്യായമായിട്ട് ലഭിക്കേണ്ട വേതനമാണ്. ഒരുത്തൻ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അവൻ എന്താ കിട്ടുന്നത്? അതിനെന്താ അതിന് പകരമായിട്ട് കിട്ടുന്നത് അവന്റെ കൂലിയാണ്, അവന്റെ വേതനം, പ്രവർത്തനത്തിന്റെ കൂലി, പേ ചെക്ക്. അല്ലാന്നുണ്ടെങ്കിൽ സാലറി എന്ന് നമുക്ക് പറയാം. സാലറിയാണ്, വേതനം, വേലക്കൂലി, റെക്കംപൻസ് അല്ലെങ്കിൽ റെമ്യൂണറേഷൻ എന്നൊക്കെ അതിന് പറയാം. ന്യായമായ വേതനമാണ്, അത് ദാനമല്ല, അതൊരു കൃപയല്ല, അത് നമ്മൾ പണി ചെയ്തതിന്റെ അതിന്റെ വേതനമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു 2 പേരെ ഒരു കിണർ കുഴിക്കാനായിട്ട് വിളിക്കുക. ഒരു കിണർ കുഴിക്കാനായിട്ട് വിളിച്ചിട്ട് 1000 രൂപ വീതം അവരുടെ വാടക പറഞ്ഞൊത്തിട്ട് അവരെ കിണർ കുഴിക്കാനായിട്ട് വിളിച്ച് രാവിലെ മുതൽ ഒരുത്തൻ കിണറ്റിൽ ഇറങ്ങിയിരിക്കുന്ന ഒരാൾ മണ്ണ് വലിച്ചു കയറ്റുന്നു. രാവിലെ മുതൽ വൈകുന്നവരെ പണിയാണ്. 5 മണി ആയി കഴിയുമ്പോഴത്തേന് പണിയൊക്കെ നിർത്തിയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ 2 പേർക്കും 1000 രൂപ വീതം കൊടുത്തിട്ട് അവരോട് പറയുക, ഇതിരിക്കട്ടെ, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിനകത്തിലെ ന്യായം? എന്റെ സന്തോഷമോ എൻ്റെ എന്തെങ്കിലും കരുണയോ കൊണ്ട് കൊടുക്കുന്നില്ല. അവൻ രാവിലെ മുതൽ വൈകുന്നവരെ അധ്വാനിച്ചതിന്റെ ഫലമാക്കിയിട്ടിരിക്കുന്നത്. അതാ ഇവിടെ ഈ പറയുന്നത്. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടാണ്. കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കടംപെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ അത് കൊടുത്തേ പറ്റത്തുള്ളൂ. അവൻ പ്രവർത്തിച്ചവന് കൂലി കടമായിട്ടാണ്, അവന് കടംപെട്ടിരിക്കുന്നതാണ് അവന് കൊടുക്കുക. അത് കൃപയല്ല. അത് കൃപയെന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്ന കൃപയെന്ന് പറയുന്നത് നമ്മൾ പ്രവർത്തിക്കാതെ നമുക്ക് ലഭിച്ചതാണ്. ഫോർ എക്സാമ്പിൾ, റോമാലേഖനത്തിന്റെ തന്നെ 6-ാമത്തെ വാക്യം കണ്ടില്ലേ, 11-ന്റെ 6-ാമത്തെ വാക്യം ഞാൻ പ്രൊജക്ട് ചെയ്ത് കണ്ടില്ലേ. അവിടെ പറയുകയാണ്, കൃപയാലെങ്കിൽ പ്രവർത്തിയാലല്ല. ഇത് രണ്ടും കൂടെ മിക്സ് ആക്കല്ല.
കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. വളരെ നിസ്സാരമായിട്ട് മലയാളി അതിനെ അങ്ങനെ എഴുതി വിട്ടിരിക്കുക. അതുകൊണ്ട് നമുക്കത് ശരിക്കും അതിനെ ഒന്ന് എംഫസൈസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്കതിനെ പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. ആക്ച്വലി ഇംഗ്ലീഷിൽ അതിനെ എത്ര ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നോക്കി. അവിടെ പറയാണ്, ആൻഡ് ഇഫ് ബൈ ഗ്രേസ് then is it no more of works. കണ്ടില്ലേ? അത് ഗ്രേസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് വർക്ക് ചേർക്കാനേ പാടില്ല. then it is of no more of works, otherwise grace is no more grace. കണ്ടോ? but if it be of works, then it is no more grace, otherwise work is no more work. മനസ്സിലാകുന്നുണ്ടോ? അതായത് നിങ്ങൾ കൃപയാലാണെങ്കിൽ പിന്നെ അതിനകത്ത് ഒരു പ്രവൃത്തിക്കും പ്രസക്തി ഇല്ലെന്ന് പറയുക. താങ്കൾ ഇനി എന്ത് ചെയ്ത് കാണിച്ചിട്ടും അതിന് പ്രയോജനമില്ല. ഇന്ന് കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ പിന്നെ താങ്കളുടെ പ്രവൃത്തിയുടെ വില സീറോയാണ്. ബിക്കോസ് ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് യുവർ സാൽവേഷൻ ദെൻ. അല്ലെങ്കിൽ കൃപയല്ല. ഇന്ന് കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരുന്നത്. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടു. ഇത് കൃപായുഗമാണ്. കർത്താവിന്റെ കരുണയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായത്. ഇവിടെ താങ്കൾ എന്തെങ്കിലും ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തിയുടെ പ്രതിഫലമായിട്ടോ കിട്ടുന്നതല്ല ഇവിടുത്തെ രക്ഷ എന്ന് പറയുന്നത്. ഇതിനെ എംഫസൈസ് ചെയ്യാൻ കാര്യം യഹൂദന്മാരുടെ ഇടയിൽ പ്രവൃത്തി വളരെ പ്രസക്തമായിരുന്നു. അവർക്ക് ആ പ്രവൃത്തി ചെയ്തിരിക്കണം. ഒത്തിരിയും കാര്യങ്ങൾ പ്രവൃത്തിയിൽ കൂടാണ്. പതാരം എന്നൊക്കെ പറയുന്നത് കടുകുമണി വരെ എണ്ണി അതിന് പതാരം കൊടുക്കുന്നവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജാതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതീയ വ്യവസ്ഥയിൽ നീതി പ്രവൃത്തികളിൽ കൂടെയുള്ള പ്രവൃത്തികൾ ചെയ്ത് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. ഈജിപ്തിലും ബാബിലോണിലും അന്നുണ്ടായിരുന്ന ആ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ജാതികളുടെ ഇടയിൽ പ്രവൃത്തിയാലാണ് അവർ രക്ഷിക്കപ്പെട്ടത്, നീതി പ്രവൃത്തികളാണ്. ബാബിലോണിയ രാജാവായിരുന്ന ബെൽഷസർ ഇസ്രായേലിൽ നിന്ന് യെരുശലേം ദേവാലയത്തിൽ നിന്ന് കിണ്ടികിണ്ണങ്ങളും സംഗതികളെല്ലാം അവിടെ കൊണ്ടുപോയിട്ട് തൻ്റെ വെപ്പാട്ടിമാരോടൊത്ത് അവിടെ അതിൽ മദ്യം ഒഴിച്ച് കുടിക്കുകയും തന്നെ അവരോടൊത്ത് ഒരു ഡിന്നർ ഈവനിങ് എൻജോയ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവിന്റെ കൈ ആ ഒരു ഭിത്തിയിൽ വരുന്ന മെനെ തെക്കേലു ഫർസീൻ എന്ന് പറഞ്ഞിട്ട് വരാൻ കാര്യം. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിന്നെ തുലാസിൽ തൂക്കി നോക്കി നീ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു എന്നാ. മെനെ തെക്കേൽ ഊഫർസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അവരും വിശ്വസിച്ചിരുന്നത് അവരുടെ നീതി പ്രവൃത്തികളെ തൂക്കി നോക്കും. ആ തൂക്കി നോക്കുമ്പോൾ തുലാസ് എങ്ങോട്ട് നിൽക്കുന്നു, തട്ടിക്കിഴിച്ച് നോക്കുമ്പോൾ ഏത് കൂടി നിൽക്കുന്നു അതിന്റെ അനുസരിച്ചാണ് സ്വർഗത്തിൽ പോകുന്നതെന്നാ അവർ വിശ്വസിച്ചിരുന്നു. നീതി പ്രവൃത്തികളിൽ അധിഷ്ഠിതമാണ് അവരുടെ എല്ലാം വിശ്വാസം. മനസ്സിലായോ? അന്ന് മരിച്ചു കഴിഞ്ഞാൽ ഒരു 3 ദിവസം വരെ നമ്മുടെ ആത്മാവിങ്ങനെ നമ്മളെ ചുറ്റിപ്പറ്റി കറങ്ങി നടക്കും, പോകത്തില്ല. 4ാമത്തെ ദിവസം അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് കിടക്കുന്ന ഒരു വാതിലുണ്ട്. അവിടെ ജസൂബിയസ് എന്ന് പറയുന്ന ഒരു ദേവനുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിലൊരു ത്ലാസ് ഉണ്ട്. നമ്മുടെ പ്രവൃത്തികളെല്ലാം അതിലിടും. അത് നോക്കുമ്പോൾ ഏത് കൂടി നിൽക്കുന്നോ ഏത് കുറഞ്ഞിരിക്കുന്നോ അതിന്റെ അനുസരിച്ചാണ് നമ്മുടെ ന്യായവിധി, സ്വർഗത്തിലോട്ടോ നരകത്തിലോട്ടോ ഒക്കെ പോകുന്ന. ഇതായിരുന്നു അവരുടെ വിശ്വാസം. അവരുടെ വിശ്വാസത്തിനനുസരിച്ച് ദൈവം അവരോട് ഇടപെടുക. മെനെ തെക്കേൽ, നിന്നെ ഞാൻ തൂക്കി നോക്കി, നീ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു എന്ന് പറയുക. ഇത് അവരുടെ ഇടയിലെ ആ കാലഘട്ടത്തിലെ നീതി പ്രവൃത്തികളാലുള്ള ഒരു വിശ്വാസം, രക്ഷ എന്ന് പറയുന്ന ഒരു വിശ്വാസം അവരുടെ ഇടയിൽ വളരെ പ്രബലമായിരുന്നു. ആദ്യ നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികളിൽ കയറി ഇന്നത് വളരെ വളരെ ശക്തമായിരിക്കും. ഫോർ എക്സാമ്പിൾ കാത്തലിക് ചർച്ചുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ആതുര സേവന സംരംഭങ്ങൾ, ആശുപത്രികൾ, അനാഥർക്ക് അത്താണിയായിട്ടുള്ള ആശ്രയം, അതുപോലുള്ള സ്ഥലങ്ങൾ, അനാഥാലയങ്ങൾ, ആതുര സേവനങ്ങൾ, ആശുപത്രികൾ, അധ്യയന സെന്ററുകൾ, ഇതെല്ലാം ചെയ്യുന്നത് അതിൻ്റെ ഒരു പിന്നിലത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീതി പ്രവൃത്തിയാണ്. ഇവിടെ പറയുന്നത് നീതി പ്രവൃത്തികൾക്ക് വില സീറോയാണ്. താങ്കളുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ ഒരു വിലയുമില്ല. ഇനി ഇതിന് ഒരു വിലയും ഇല്ലേ എന്ന് ചോദിക്കും. ഉണ്ട്, നമ്മൾ വരുന്നുണ്ട് അതിലേക്ക്. ഞാൻ അന്നേരം അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ടച്ച് ചെയ്ത് പോകാം. നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊക്കെ നമുക്ക് പ്രതിഫലമുണ്ട്. നീതി പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. അത് നമ്മൾ രക്ഷിക്കപ്പെട്ടതിന്റെ ഒരു പ്രോഡക്റ്റാണ് ഞാൻ പറഞ്ഞല്ലോ. അത് നമുക്ക് ഗുണം ചെയ്യുന്നത് നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിലല്ല, നമുക്ക് സ്വർഗത്തിലായിരിക്കുമ്പോൾ, നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു, നമ്മൾ ചേർക്കപ്പെട്ട് കഴിഞ്ഞു, നമ്മൾ അവിടെ ആയിരിക്കുമ്പോൾ നാം നേരെ ചെല്ലുന്നത് ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിലേക്കാണ്.
കർത്താവിന്റെ ന്യായവിസ്താര സഭയിലേക്കാണ് നമ്മളെ റാപ്ചറിൽ എടുക്കപ്പെട്ട് ചെല്ലുന്നത്. ചെന്ന് കഴിയുമ്പോൾ തന്നെ നമ്മുടെ നാം ചെയ്ത പ്രവർത്തികൾക്കൊക്കെ പ്രതിഫലം ലഭിക്കുന്ന സ്ഥലമാണ്. അതിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് ലെയർ ഓഫ് ഗ്ലോറിയാണ്. ഓരോരോ മഹത്വത്തിന്റെ മഹിമ അല്ലെങ്കിൽ ആ ഒരു ഗ്ലോറിയാണ് നമ്മളെ അണിയിക്കുന്നത് ദൈവം. നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ പ്രവൃത്തികൾക്കും നമുക്ക് പ്രതിഫലം ലഭിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായം 10-ാം വാക്യം, 2 Corinthians 5-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം മാത്രം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അതിനോടുള്ള ബന്ധത്തിൽ അവിടെ ഇങ്ങനെയാ പറയുന്നത്: അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. കൊരിന്ത്യയിലെ സഭയോട് പറയുക, നാം എല്ലാവരും, ആ സഭയിലുള്ള എല്ലാവരും ചേർക്കപ്പെടും. 1-ാമത്തെ കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞു, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, നാം എല്ലാവരും ഞൊടിയിടയിൽ ഇവിടെ നിന്നും കർത്താവിന്റെ വരവിൽ ചേർക്കപ്പെടും. നമ്മിലുള്ള വിശുദ്ധന്മാരെല്ലാം ചേർക്കപ്പെടുമെന്നല്ല, നാം എല്ലാവരും. കാര്യം അത് സഭയോട് പറയുന്നവർ. ഒരിക്കൽ സഭ ആ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ യു ആർ സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. നാം എല്ലാവരും ചേർക്കപ്പെടും. ഇവിടെ പറയുന്നുണ്ടോ, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും ചെയ്തതിനൊത്തവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും കർത്താവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. നാം ഈ ചെയ്യുന്ന നീതി പ്രവൃത്തികൾക്കൊക്കെ പ്രതിഫലം ലഭിക്കുന്ന അവിടെ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിനൊക്കെ പ്രതിഫലം ലഭിക്കുന്ന അവിടെ. ഇവിടെ നമ്മൾ സൈക്കിളും കൊണ്ടുവന്ന് കാറും കൊണ്ടുവന്ന് പദ്ധതിയൊക്കെ പറയുമ്പോൾ ഇവിടെ ഒരു ചുക്കും കിട്ടത്തില്ല. അതിനൊരു വ്യവസ്ഥയും ബൈബിളിൽ ഇല്ല, ഈ കാലഘട്ടത്തിലില്ല. പണ്ടുണ്ടായിരുന്നു. അത് മോശൈക് കവണന്റ്, മോശയുടെ കാലഘട്ടത്തിൽ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ചിരുന്നത്. നിങ്ങൾ കൽപ്പനയും പ്രമാണവും അനുസരിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും, നിങ്ങൾ വീട്ടിൽ അനുഗ്രഹിക്കും, വഴിയിൽ അനുഗ്രഹിക്കും, തൊട്ടിയും കോട്ടയും എല്ലാം അനുഗ്രഹിക്കും, മാടുകൾ അനുഗ്രഹിക്കപ്പെടും. അത് ഐറ്റം വേറെയാണ്, അത് പർപ്പസ് വേറെയാണ്. താങ്കളോടും എന്നോടും പറഞ്ഞ കാര്യമല്ല അത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 15-ാമത്തെ വാക്യത്തിന് ശേഷം പറഞ്ഞിരിക്കുന്നതോടൊന്ന് വായിച്ചു നോക്കണം. കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ എന്ത് വരുമെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് പറഞ്ഞിരിക്കുന്നല്ല. ഇന്ന് നമുക്ക് ഇവിടെ നമ്മൾ എന്തെങ്കിലും സൽപ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ, ഇല്ല കുലുക്കിക്കുത്തിന് കാശ് വെക്കുന്ന മാതിരി നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ 4 ഇരട്ടി തിരിച്ചു കിട്ടും എന്നൊക്കെ പറഞ്ഞൊന്നും നടക്കുന്ന കാര്യമല്ല. അതിന് ദൈവവചനത്തിൽ ഒരു വ്യവസ്ഥയുമില്ല. നിങ്ങൾ കൊടുക്കുന്നതിനൊക്കെ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്ന ഇവിടെ റാപ്ചറിൽ ചേർക്കപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതിനൊത്തവണ്ണം പ്രാപിക്കേണ്ടതിന് നല്ലതാകലും തീയതാകലും ചെയ്തതിനൊത്തവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഈ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ എനിക്ക് സാരമില്ല. കാര്യം നൊടി നേരത്തേക്കുള്ള കഷ്ടം എന്ന് പറഞ്ഞാൽ തന്റെ ആയുഷ്കാലം മുഴുവൻ തന്നെ അനുഭവിച്ച കഷ്ടത്തെയായി പറയുന്നത്. വളരെ നിസ്സാരമായിട്ട് അതിനെയൊക്കെ കാണുന്ന കാര്യം, നിത്യ തേജസിന്റെ ഖനം ഓർക്കുമ്പോൾ ഇത് നമുക്ക് ലഭിക്കാൻ പോകുന്നത് തേജസിന്റെ ലെയറായിട്ട് നമ്മളെ അണിയിക്കാൻ പോവുക. അത് ഒരു ദിവസത്തേക്കും 2 ദിവസത്തേക്കും ഒരാഴ്ചത്തേക്കും അല്ല, നിത്യതയാണ്. നിത്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവർ എൻഡിങ്, എവർ ലാസ്റ്റിങ്, എറ്റേണൽ. ആ സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ അത് നമ്മുടെ പ്രവൃത്തിക്ക് അനുസരിച്ചാണ് ദൈവം നമുക്ക് തരുന്നത്. പ്രവൃത്തിക്ക് ഗുണമില്ല എന്നല്ല, പക്ഷെ രക്ഷയോടുള്ള ബന്ധത്തിൽ അതിന് 0 വാല്യൂ ആണ്. രക്ഷിക്കപ്പെട്ട താങ്കൾക്ക് ദൈവം നിങ്ങളുടെ അവകാശങ്ങൾ, നിങ്ങളുടെ പ്രതിഫലങ്ങളും ഉണ്ട്. യുവർ റിവാർഡ്സ് ആൻഡ് ഇൻഹെറിറ്റൻസ്. അതാണ് നിങ്ങൾക്ക് ലെയറുള്ള ഗ്ലോറി ആയിട്ട് നമ്മൾ നിത്യം അവിടെ വസിക്കാൻ പോവുക. ആ ഉത്തരവാദിത്തങ്ങൾ ദൈവം നമ്മളെ ഏൽപ്പിക്കാൻ പോവുക. അതുപോലുള്ള പദവികൾ ദൈവം നമുക്ക് തരാൻ പോവുക. നമ്മളെ അതുപോലെ മനോഹരമായിട്ട് ദൈവം അണിയിച്ചൊരുക്കാൻ പോവുക മഹിമയിൽ. അവിടാണ് നമ്മുടെ പ്രവർത്തികളുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അല്ല സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യത്തിലല്ല. ഇത് നിങ്ങൾ അതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ജനം എല്ലാം വിചാരിച്ചിരിക്കുന്നത് അവിടം വരെ പോകുന്ന കാര്യം അവർക്ക് അറിഞ്ഞാൽ മതി. അത് പോയി കഴിഞ്ഞിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ബോധറേഷനും ഇപ്പോഴില്ല. അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് അത് ഗ്രഹിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ജാതികളായ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിന്റെ കൃപയാലാണ്. കാര്യം ഇത് കൃപായുഗമാണ്. ഇവിടെ രക്ഷിക്കപ്പെടുവാൻ വിശ്വാസം മൂലം മാത്രമാണ് നാം രക്ഷിക്കപ്പെടുന്നത്. പിന്നെ ഇവിടെ പൊതുവെ പറയുന്ന ഞാനൊരു കാര്യം ഓർപ്പിച്ചല്ലോ, രക്ഷ കൃപയാലാണ്, പക്ഷെ അത് നിലനിർത്തണമെങ്കിൽ പ്രവൃത്തി വേണം എന്ന് പറയുന്ന ഒരു സെമി പെലേജിനിസമാണ്. കാര്യം എഫേസ്യ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം ഞാൻ വായിച്ചു കേൾപ്പിച്ചു. നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ പ്രവൃത്തിക്ക് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. പക്ഷേ നമ്മുടെ ജനത്തിന് ഇത് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാര്യം അവർ പറയുന്നത് ഇതൊരുമാതിരി ഈസി ബിലീവിസമാണ്. ഇത് ഈസി ആയിട്ട് രക്ഷിക്കപ്പെടുന്നതാണ്. ഓഫ് കോഴ്സ് ദൈവം അത്ര ഈസി ആയിട്ടൊരു സംഗതിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. കാര്യം നമുക്കിതിനു മുമ്പ് വേറെ അടിസ്ഥാനങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മളിങ്ങനെ അമ്പലത്തിൽ മണിയും അടിച്ച് ദൈവത്തെ അവിടുന്ന് എന്താ പറയുക പ്രസാദവും വാങ്ങിച്ചു കഴിച്ച് അവിടെ ഇങ്ങനെ ദേവീദേവന്മാരെ തൊഴുതു നിന്നിരുന്ന ആൾക്കാരാണ്.
അതുപോലെ സിമ്പിളായിട്ട് ദൈവം നമുക്ക് കർത്താവിലെ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടുന്ന ഒരു പദ്ധതിയിൽ നമ്മളെ കൊണ്ടുവന്നിരിക്കുക. പക്ഷെ നമുക്കത് വിശ്വസിക്കാൻ പ്രയാസകരം. നമുക്ക് എന്തെങ്കിലും ചെയ്യണം. നമുക്ക് ഈ ചക്കാത്തിനൊന്നും വേണ്ട പറഞ്ഞു കേട്ടു. ചക്കാത്തിനൊന്നും വേണ്ട, നമുക്ക് ഫ്രീ ആയിട്ടൊന്നും വേണ്ട, എന്തെങ്കിലും നമ്മുടെ കൂടെ ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്ത് വേണം. അതാണ് നമുക്കൊരു തൃപ്തി. അത് കാരണമാണ് ആൾക്കാർക്ക് ഇത് വിശ്വസിക്കാൻ ഒരിത്തിരി മടിയ. ആസ് എ റിസൾട്ട് ഓഫ് അവർ വർക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്ത് അതിൻ്റെ കൂടെ ഒരു കോൺട്രിബ്യൂഷൻ. പൊതുവെ പറയാറുണ്ടല്ലോ, താൻ പാതി ദൈവം പാതി എന്ന്. ആ ഒരു ഏർപ്പാടല്ല ഇത്. താൻ പാതി ദൈവം പാതി ചെയ്യുന്ന ഒരു വിശ്വാസമല്ല ക്രിസ്തീയ വിശ്വാസം. പ്യൂർലി ഇറ്റ് ഈസ് ബൈ ഗ്രേസ് ആൻഡ് ഇറ്റ് ഈസ് ത്രൂ ഫെയ്ത്ത് ഇൻ ദ ഡെത്ത് ബറിയൽ ഓഫ് റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതിലാണ് നാം ഇന്ന് രക്ഷിക്കപ്പെടുന്നത്. താങ്കളുടെ വർക്ക് എന്ന് പറയുമ്പോൾ താങ്കളുടെ രക്ഷ നിലനിൽക്കുന്നത് താങ്കളുടെ നീതി പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് എന്ന് വരും. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ ദൈവദോഷമാണ്. നമ്മൾ എന്തെങ്കിലും നീതി പ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എന്ന് താങ്കളുടെ മനസ്സിൽ ചിന്തിക്കുന്നത് തന്നെ ദൈവദൂഷണമാണ്. ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടത്. എഫേഷ്യൻസ് 2:9 പറയുന്നത് ഒരു ജഡവും അവന്റെ സന്നിധിയിൽ പ്രശംസിക്കാതിരിക്കേണ്ടത്. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ ആദ്യം വായിച്ചുകൊണ്ട് പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കേണ്ടത്. യുവർ സെൽഫ് റൈറ്റിയസ്നെസ്, അതായത് സ്വയം നീതി, ഹാസ് സീറോ വാല്യൂ ഇൻ ടേംസ് ഓഫ് സാൽവേഷൻ. നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ അതിന് ഒരു വിലയുമില്ല. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും പ്രതിഫലമുണ്ട് എന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. അത് ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിലാണ്. അത് രക്ഷയുമായിട്ട് ബന്ധമില്ല, അത് പ്രവർത്തിച്ച് നേടാവുന്നതുമല്ല. പഴയ നിയമത്തിലും ഒരു പ്രവൃത്തിയിലും രക്ഷയില്ല. പ്രവൃത്തിയിലൂടെ അല്ല, വിശ്വാസത്തിലൂടെയാണ് രക്ഷ എന്ന് പല ആവർത്തി ഞാൻ തെളിയിച്ചിട്ടുള്ളത്. പഴയ നിയമകാലത്തും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നത് പ്രവർത്തിച്ചിട്ടല്ല, പക്ഷെ പ്രവൃത്തി അവരുടെ വിശ്വാസം തെളിയിക്കാൻ കൊടുത്തിരുന്ന ഒരു ഉപാധിയാണ്. പല എക്സാമ്പിളുകൾ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി എബ്രായ ലേഖനം 10-ാം അധ്യായം 4-11 വായിച്ചാൽ നിങ്ങൾക്ക് കാണാം. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആടുകളുടെയും കാളക്കുട്ടികളുടെയും രക്തത്താൽ ഒരു പാപവും മോചിക്കപ്പെട്ടു പോയിരുന്നില്ല. ഇവർ പഴയ നിയമത്തിൽ ഈ ആടുകളെയും കാളകളെയും ഒക്കെ അറുത്തിരുന്നെങ്കിലും അതിനാൽ ഒരു പാപവും മോചിക്കപ്പെടത്തില്ലായിരുന്നു. ചിലർക്കെങ്കിലും സംശയമുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ഞാനൊന്ന് പെട്ടെന്ന് കാണിച്ചിട്ട് മാറാം. 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. അവിടെ പറയാണ് കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. പഴയ നിയമത്തിൽ ഇവരുടെ പാപം മോചിച്ചിരുന്നത് ഇതിലാണ്. പക്ഷെ ഇവിടെ എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ടോ, ഇതിനെ നീക്കാൻ കഴിയുന്നതായിരുന്നില്ല. അന്നും നമ്മുടെ പാപങ്ങൾ, അവരുടെ പാപങ്ങൾ മോചിച്ചിരുന്നത് കർത്താവ് കാൽവറിയിൽ നിവർത്തിക്കാനിരിക്കുന്ന ഈ പരമയാഗത്തിന്റെ ബേസിസിലാണ്, അല്ലാതെ ആടിന്റെയും കാളക്കുട്ടിയുടെയും രക്തത്തിലല്ല. 11-ാമത്തെ വാക്യം കണ്ടില്ലയോ, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. ഒരിക്കൽ പോലും ഇവരുടെ ഒന്നും ശുശ്രൂഷയാൽ പാപങ്ങൾ മോചിച്ചപ്പെട്ടു പോയിരുന്നില്ല. അതെല്ലാം കർത്താവിന്റെ ആ യാഗത്തിന്റെ ബേസിസല്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഉലക സ്ഥാപനത്തിന് മുൻപേ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം. ഇതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാം. ഞാൻ അവിടെ നിൽക്കുന്നില്ല, മുന്നോട്ട് പോവുക. ഇവിടെ ഈ പറയുന്നതിന്റെ അർത്ഥം പാപം ചെയ്യാമെന്നല്ല, തെറ്റിദ്ധരിക്കല്. ഗ്രേസ് ഈസ് നോട്ട് എ ലൈസൻസ് ടു സിൻ. പാപം ചെയ്യാൻ ഒരു ലൈസൻസ് ആണെന്ന് തെറ്റിദ്ധരിക്കല്. അങ്ങനെ അല്ല. നമുക്കൊരു പാപവും ചെയ്യാനുള്ള അധികാരം ഇതിൽ കൂടെ തരികയല്ല. കാര്യം പൗലോസ് എല്ലാ ലേഖനത്തിൽ കൂടെയും പഠിപ്പിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ ഈ ഒരു പൊലൈൻ എപ്പിസ്റ്റൽ മുഴുവനും പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു പാപവും ചെയ്ത് ജീവിക്കാനോ പാപത്തിൽ തുടരാനോ നമുക്ക് അധികാരമില്ല. പാപത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടി ക്രൂശിക്കാനാ പറഞ്ഞിരിക്കുന്നത്. പാപം ചെയ്യുന്നവനെ സഭയിൽ നിന്ന് പുറത്താക്കാനാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ജീവിക്കാനേ അല്ല, നമുക്ക് അതിനൊരു വ്യവസ്ഥയില്ല. നമുക്ക് എങ്ങനെയും ജീവിക്കാമെന്നല്ല അതിന്റെ അർത്ഥം. നമ്മൾ രക്ഷിക്കപ്പെടുന്നത് കർത്താവ് നിവർത്തിച്ചിരിക്കുന്ന രക്ഷണ്യ പ്രവൃത്തിയിലൂടെ മാത്രമാണ്. നാം ചെയ്യുന്ന പ്രവൃത്തികൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്നതിന് പ്രതിഫലം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ നമുക്കത് കിട്ടും. അല്ലാതെ രക്ഷയും അതുമായിട്ട് ബന്ധമില്ല എന്ന് പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വചനത്തിൽ കൂടെ അതാണ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ ഒരു ദിവസം നമ്മൾ നോക്കൂ, ഒരു ദിവസം നമ്മൾ മരിക്കും. എന്നെങ്കിലും നമ്മൾ ഇരിക്കത്തില്ല. ഇങ്ങനെ നമുക്ക് എക്സസൈസ് ചെയ്ത് ചിലപ്പോൾ കുറെ കൂടെ രാവിലെയും വൈകിട്ടും ഒക്കെ എക്സസൈസ് ഒക്കെ ചെയ്ത് കുറെ കൂടെ നമ്മുടെ ആയുസ് നീട്ടാൻ പറ്റിയേക്കും. പക്ഷെ നമ്മൾ മരിക്കും. ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്ത് അല്പം കൂടെ ഫിറ്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയേക്കും. പക്ഷെ നമ്മുടെ യു വിൽ ഡൈ വൺ ഡേ ഫോർ ഷുവർ. അങ്ങനെ നമ്മൾ മരിച്ചു കഴിയുമ്പോഴത്തേന് കർത്താവിൻ സന്നിധിയിൽ ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കുക, ഫോർ വാട്ട് റീസൺ ഐ ഷുഡ് ലെറ്റ് യു ഇൻ ടു ദ ഹെവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ മറുപടി പറയാനുള്ളത്?
എന്ത് കാരണം കൊണ്ട് നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് ചേർക്കണം? എന്താണ് താങ്കൾ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തു പറയും? ഇപ്പൊ ഞാൻ പറയാ, ക്രിസ്തു എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു, ബട്ട് ഞാൻ പിന്നെ മാനസാന്തരപ്പെട്ടു, ഞാൻ പിന്നെ സ്നാനപ്പെട്ടു, ഞാൻ കാത്തിരുന്നു, ഞാൻ ഉപവസിച്ചു, ഞാൻ പതാരം കൊടുത്തു, ഞാൻ 10 കൽപ്പന അനുസരിച്ചു. മനസ്സിലായോ? കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയൊരു ബട്ടാണ്. പിന്നെ പക്ഷേ ഞാൻ ഇന്നതൊക്കെ ചെയ്തു. I did A, B, C and D. ഇതെല്ലാം ചെയ്തതുകൊണ്ട് എന്നെ സ്വർഗത്തിലേക്ക് കയറ്റാൻ കർത്താവിനോട് പറയുക. ദൈവത്തിന്റെ ആ ഒരു റിയാക്ഷൻ എന്തായിരിക്കും എന്നറിയാം നമ്മളെ നോക്കിക്കൊണ്ട്. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന എന്നുള്ളത്? കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ പിന്നെ യുവർ ABCD ഈസ് ഓഫ് നോ യൂസ്. ദൈവത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കാര്യം അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം മനുഷ്യനായിട്ട് വന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കർത്താവ് മരിച്ചിരിക്കുക. യു ആർ ഇൻസൾട്ടിങ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. നമ്മുടെ നീതി പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടത്തില്ല. സ്വയം നീതിയിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ന് വരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. കർത്താവ് ക്രൂശിൽ പറഞ്ഞത് സകലതും നിവൃത്തിയായി എന്ന്. ഇനി അതിൻ്റെ കൂടെ താങ്കൾ എന്തെങ്കിലുമൊക്കെ ചേർക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻസൾട്ട് ടു ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. യു നീഡ് ടു ഡു നത്തിങ് മോർ ഫോർ യുവർ സാൽവേഷൻ. അത് ഒരിക്കലായിട്ട് വരുത്തിയിരിക്കുക. ഇറ്റ് ഈസ് ഗ്രേസ് അലോൺ ആൻഡ് ഫെയ്ത്ത് അലോൺ ആൻഡ് ഇൻ ക്രൈസ്റ്റ് അലോൺ. ആൻഡ് ഇറ്റ് ഈസ് ക്രോസ് പ്ലസ് നത്തിങ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വേറെ ഒന്നും അതിൻ്റെ കൂടെ ചേർക്കല്ല. രക്ഷയോടുള്ള ബന്ധത്തിൽ വേറെ ഒന്നുമില്ല. എന്നാൽ ഇന്ന് 299 കോടി ക്രിസ്ത്യാനിക്കും 300-ൽ 299 കോടി ക്രിസ്ത്യാനിയും വിശ്വസിക്കുന്നത് സ്വയനീതിയിലാണ്. ഇന്ന് സകലരും പ്രസംഗിക്കുന്നതും പഠിപ്പിക്കുന്നതും മുഴുവനും യു ഹാവ് ടു ഇംപ്രൂവ് യുവർ സെൽഫ് റൈച്ചസ്നെസ്. സ്വയം നീതി ഇംപ്രൂവ് ചെയ്യണമെന്നുള്ളത്. മടങ്ങി വരണം, നീ കുറെ കൂടെ നന്നാകാനുണ്ട്, നീ ഇന്ന കാര്യങ്ങളോടൊക്കെ ചെയ്യാനുണ്ട്, നീ ശരിയല്ല, ഒരല്പം കൂടെ കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ട്. ഫോക്കസ് മുഴുവനും അതിനകത്തിലായത് കാരണം സുവിശേഷം എന്താണെന്നേ അറിയത്തില്ല, എങ്ങനെ നാം രക്ഷിക്കപ്പെടുമെന്നേ അറിയാതെ പോയിരിക്കുക. ഇതൊരു സാത്താന്റെ തന്ത്രമാണ്. ഇതാണ് ഞാൻ ഈ പറയുന്ന ജിലേബിയിൽ വിഷം തന്നിരിക്കുക എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് അറിയാവുന്നത് വിശ്വാസ പ്രമാണം. ഞാൻ ആദ്യമേ ഓർപ്പിച്ചതാണ്. ഈ വിശ്വാസ പ്രമാണം പോലെ തന്നെ നമ്മളെക്കാട്ടും നല്ലവണ്ണം ഈ കാര്യങ്ങൾ ആ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നതെല്ലാം സാത്താൻ അറിയാം. പക്ഷെങ്കിൽ നമ്മൾ പറയുകയാണ്, എന്താ പറയുന്നത്, ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ എനിക്ക് ഇന്ന കാര്യങ്ങളൂടെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം നീതി, താങ്കളുടെ സെൽഫ് റൈച്ചസ്നെസ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഇപ്പൊ ലെറ്റ്സ് സേ ഞാൻ ഒരു ഭയങ്കര നീതിമാനായിട്ട് ജീവിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിൽ പറയും, തോമസ്, യു ആർ ഡൂയിങ് എ ഗുഡ് ജോബ്. നീ നിന്നാലാവോളം നല്ല രീതിയിൽ നിന്റെ ആ ഒരു രക്ഷ നിലനിർത്താനായിട്ട് നീ നിന്നാലാവോളം അധ്വാനിക്കുന്നുണ്ട്, കീപ് ഇറ്റ് അപ്പ്. എൻ്റെ ഉള്ളിൽ എനിക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ ഉള്ളിലെ അകത്തെ മനുഷ്യൻ. അതാണ് ഒരു സെൽഫ് റൈച്ചസ്നെസ്. നമ്മുടെ ഉള്ളിൽ ഒരു ബോസ്റ്റിംഗ്, ഒരു പ്രശംസ. ഓ, ഞാൻ കുഴപ്പമില്ല, ഞാൻ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. താങ്കളുടെ നല്ല രീതിയിലുള്ള ജീവിതം രക്ഷയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഗുണവുമില്ല. മനസ്സിലാകുന്നുണ്ടോ? അത് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അവിടുന്ന് മാറാൻ ശ്രമിക്കുക, പക്ഷെ എന്നിരുന്നാലും അതൊന്നുകൂടെ അങ്ങ് ആ വിഷയത്തിലേക്ക് തന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം താങ്കൾക്ക് ക്രിസ്തീയ വിശ്വാസം മനസ്സിലായിട്ടില്ലെന്ന്, ഗോസ്പൽ മനസ്സിലായിട്ടില്ല. രക്ഷിക്കപ്പെടാനായിട്ട് അതിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സിവിയറിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതിന്റെ എന്താ പറയുന്നത്, നിത്യ നരകാഗ്നിയിലേക്ക് പോകാൻ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. കാര്യം നിങ്ങളുടെ ആ സെൽഫ് റൈച്ചസ്നെസ് അതിന്റെ മേലെ നിൽക്കുക. അതുകൊണ്ട് അത് വളരെ ഡേഞ്ചറസ് ആണ് എന്ന് മനസ്സിലാക്കുക. ഞാൻ അവിടുന്ന് മാറാം, റോമാലേഖനത്തിലേക്ക് മടങ്ങി വരാൻ. റോമാലേഖനമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. 10-12 വരെ പോകണമെന്ന് ഞാൻ വിചാരിച്ചു. നമ്മുടെ സമയം തീരാറാകുക. 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ട്. 5-ാമത്തെ വാക്യം. പ്രവർത്തിക്കാത്തവനെങ്കിലും, അത് കണ്ടില്ലേ, അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. നമ്മൾ പ്രവൃത്തി ഒന്നും ചെയ്യുന്നില്ലെങ്കിലും നമ്മളെ നീതീകരിക്കുന്നവൻ, അതായത് പ്രവർത്തിക്കാത്തവനെ, അതായത് അഭക്തനെ നീതീകരിക്കുന്നവൻ, അതായത് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ഇതെല്ലാം വളരെ ക്ലിയറാണ്. But him that worketh not, but believeth on him that justifieth the ungodly, his faith is counted for righteousness. 6-ാം വാക്യം. ഇവിടെ എബ്രായ ലേഖനത്തിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം. 11-ാം അധ്യായം 6-ാം വാക്യം പറയുന്നത്,
വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ ഒരു നാളും കഴിവുള്ളതല്ല. നമുക്ക് കഴിയത്തില്ല. അത് ആ വിശ്വാസമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. റോമാലേഖനം 10:7 പറയുന്നത് എങ്ങനെ ആ വിശ്വാസം വരുന്നതെന്ന് അവിടെ പറയുന്നുണ്ട്. ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ, അത് ഗ്രഹിക്കുമ്പോൾ, ദൈവവചനത്താൽ അത് ഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. ദൈവവചനമാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം. പല പാസ്റ്റേഴ്സും പല ലീഡേഴ്സും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്കൊരു ചർച്ച് വേണം, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ബൈബിൾ ക്ലാസ്, ഒരു സ്കൂൾ ഉണ്ടാക്കണം, ഒരു ഓഫീസ് സമുച്ചയം പണിയണം, ഞങ്ങളുടെ അതിന് പൈസ ഇല്ല, ഇത് പണിയണം എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമാണ്, കാശില്ല, പക്ഷേ ഞങ്ങൾ വിശ്വാസത്താൽ ഇത് ആരംഭിക്കുക. ദൈവം, സ്വർഗത്തിലെ ദൈവം ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കും, ഇടം പോരാതെ വണ്ണം ഞങ്ങളെ ഈ വിഷയത്തിൽ സഹായിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിത്തറയെടുക്കുകയും പണി ആരംഭിക്കുകയും ചെയ്യും. ഇതൊന്നും ഒരു വിശ്വാസമല്ല. ആ ഒരു വിശ്വാസം ദൈവവചനപ്രകാരമുള്ള വ്യവസ്ഥയുമല്ല. He just want to do what he wanted to do. അത്രേ ഉള്ളൂ. അതിന് ആൾക്കാരെ ഞെക്കിപ്പിഴിഞ്ഞ കാശ് മേടിച്ചോണ്ടിരിക്കും. ഇല്ല, കരിമ്പൻ ജ്യൂസൊക്കെ അടിക്കുമ്പം ആദ്യം ആ മെഷീനകത്തോടൊന്ന് കയറ്റി വിടും ആ കരിമ്പൻ ജ്യൂസ്. ഞാനിപ്പോൾ ഉത്തർപ്രദേശിൽ പോയപ്പോൾ കുറെ കരിമ്പൻ ജ്യൂസ് കുടിച്ചായിരുന്നു, ഗന്ന ജ്യൂസ്. അതിന്റെ ചണ്ടി പിന്നെ എടുത്തിട്ട് അതിനെ വീണ്ടും തിരിച്ച് കയറ്റി വിടും. അതുപോലെ 3-4 പ്രാവശ്യം അതിനെ ശരിക്കും അതിൽ നിന്ന് ഫുൾ ഊറ്റിയെടുത്തതിന് ശേഷമാണ് ആ ജ്യൂസ് എടുക്കുക എന്ന് പറഞ്ഞ മാതിരി ഇതുപോലെ ഓരോ പണി ആരംഭിക്കും. ആൾക്കാരെ ഞെക്കി പിഴിഞ്ഞ് ആൾക്കാരുടെ നിന്ന് കാശ് മേടിച്ചോണ്ടിരിക്കും. ദൈവം ഇതുപോലെ കിളിവാതിൽ തുറക്കുമെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതാണ്. ഇതൊന്നും വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരമുള്ളതല്ല. വചനത്തിന്റെ വ്യവസ്ഥ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രോപ്പർ പ്ലാനിങ് ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ചെയ്യാൻ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യണം, അതിനെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, അതിന് ബഡ്ജറ്റ് ചെയ്യണം, അതിനൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യണം എന്നുള്ള വ്യവസ്ഥയാണ് പഠിപ്പിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം, ഒരു വാക്യം പെട്ടെന്ന് കാണിച്ചോട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 28-ാമത്തെ വാക്യം. അവിടെ ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ നോക്കിയേ. കണ്ടില്ലേ, ഇവിടെ കർത്താവ് പറയുന്നത് കണ്ടോ? ഇത് കർത്താവ് തന്നെ പറയുന്നത്. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? കണ്ടോ, ചുമ്മാ അതങ്ങ് പണിയാൻ ആരംഭിക്കുകയല്ല. കാശൊന്നും കയ്യിലില്ല, ഭയങ്കര 2 കോടിയുടെ പ്രോജക്റ്റ് പ്ലാൻ ഇട്ടേക്കുക, 5 പൈസ കയ്യിലില്ല, എന്നിട്ട് കർത്താവ് തരുമെന്ന് പറഞ്ഞ ആൾക്കാരെ പിഴിഞ്ഞ പോലുള്ളിടത്തെല്ലാം കയറി ഇറങ്ങി നടന്ന് പിഴിയുക. അതൊന്നും ദൈവവചനത്തിന്റെ വ്യവസ്ഥയല്ല. ഹി ജസ്റ്റ് വാണ്ടഡ് ടു ഡു വാട്ട് came into his mind. അത്രേ ഉള്ളൂ. ഇവിടെ പറയുന്നുണ്ട് ഇതെല്ലാം വളരെ, ഈ ദൈവവചനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്ലാനിങ്ങും കോസ്റ്റിങ്ങും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ്. അല്ലെങ്കിൽ അടിസ്ഥാനം ഇട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കണ്ടില്ലേ, കാണുന്നവരല്ല ഈ മനുഷ്യൻ പണിയുവാൻ തുടങ്ങി, തീർപ്പാൻ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. ഈ ഇതിലൊക്കെ നോക്കി സഭാപ്രസംഗി, സങ്കീർത്തനം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് കിട്ടും. ഇത് ദൈവത്തിന്റെ വ്യവസ്ഥയോ വചനത്തിന്റെ വ്യവസ്ഥയോ അല്ല. ഇവിടെ റോമാലേഖനത്തിലേക്ക് മടങ്ങി വരാം. ഞാൻ അതൊന്ന് കാണിച്ചു എന്നുള്ളേ ഉള്ളൂ. ആൾക്കാർ വിശ്വാസത്താൽ അങ്ങ് ചെയ്തു തുടങ്ങി എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് ഞാൻ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. 4-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരാം. അവിടെ പറയുന്നത്, പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. 6-ാം വാക്യം. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നത്. അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിട്ട് ദാവീദിലേക്ക് വരിക. ദാവീദിൽ വന്നിട്ട് പറയുക, അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ഇതെല്ലാം ദൈവഭാഗ്യം ലഭിച്ചവരാ, ആ കൃപ ലഭിച്ചവരാ. ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിനും കൂടെയോ അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ പറയുന്നത്. ഇവിടെ ഒന്ന് നിന്ന് പറയേണ്ടതായിട്ടുണ്ട്. അതായത് ഇവിടെ ഈ ഭാഗ്യവർണ്ണന ഇവിടെ പറയുന്നത് പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിനും കൂടെയോ എന്ന് ചോദിക്കുക. അതായത് രക്ഷ ഇസ്രായേലിന് മാത്രമാണോ അതോ ജാതികൾക്കും കൂടെ ഉണ്ടോ എന്ന് ചോദിക്കുക. നാം അബ്രഹാമിനെ നീതിയായി കണക്കിട്ടത്, ദൈവം അബ്രഹാമിന് നീതിയായി കണക്കിട്ടത് എന്നാണ്? അഗ്രചർമ്മത്തിൽ വെച്ചാണോ അതോ പരിച്ഛേദനയ്ക്ക് ശേഷമാണോ ഈ കാര്യങ്ങളൊക്കെ നീതിയായിട്ട് കണക്കിട്ടത്? 1-2 വാക്കുകൾ കാണിച്ച് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. അടുത്ത ആഴ്ചയിൽ നമ്മൾ ഇത് തുടങ്ങുമ്പോൾ ഇതിന്റെ ബാക്കി കണ്ടിന്യൂവേഷൻ ആയിട്ട് ഞാൻ പറയാം. ഈ 15-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മുമ്പേ വായിച്ചതായിരുന്നല്ലോ, 6-ാമത്തെ വാക്യം, 15-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. അവിടാണ് യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായമാണ്. അതിന്റെ 17-ാം അധ്യായം നോക്കി, 17-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ആ 17-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുക, എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യേ ഉള്ളതും നിങ്ങൾ പ്രമാണിക്കതുമായ എന്റെ നിയമമാവിത്, നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. ഇതുകൊണ്ട് അബ്രഹാമിനെ ദൈവം നീതിയായിട്ട് കണക്കിട്ടത് പരിച്ഛേദന ഏൽക്കുന്നതിന് 2 അധ്യായം മുമ്പാണ്.
അപ്പൊ അബ്രഹാമിന്റെ വിശ്വാസം അവന് നീതിയായി കണക്കിട്ടു എന്ന് പറയുമ്പോൾ അത് പരിച്ഛേദന കൊണ്ടല്ല. ഇവിടെ ചോദിക്കുന്നത്, നമ്മൾ വായിച്ച വാക്യം 6-ാം വാക്യം ചോദിച്ചത് അത് പരിച്ഛേദനക്കാർക്ക് മാത്രമോ അതോ അഗ്രചർമ്മിക്കും കൂടെ അത് ബാധകമാണോ എന്ന് ചോദിക്കുക. അബ്രഹാമിനെ എടുക്കാൻ കാര്യം അതാ. കാര്യം അബ്രഹാമിന് ഈ വാഗ്ദത്തം കൊടുക്കുമ്പോൾ അഗ്രചർമ്മത്തിൽ വെച്ചാണ് അനുഗ്രഹം ഉണ്ടാകുന്നത്. ഇവിടെ 17-ാമത്തെ അധ്യായത്തില 15-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, അവന്റെ വിശ്വാസം അവന് നീതിയായി കണക്കിട്ടു. അത് കഴിഞ്ഞ് ഒത്തിരിയും കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പരിച്ഛേദനയുടെ കൽപ്പന കൊടുക്കുന്നത് 17-ാമത്തെ അധ്യായത്തിലാണ്. ഇനിയും പോയാൽ 22-ാമത്തെ അധ്യായം വരുമ്പോഴാണ് ഈസഹാക്കിനെ യാഗത്തിനായിട്ട് മോറിയ മലയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതൊന്നും ചെയ്തത് കൊണ്ടുള്ള ബേസിസിലല്ല, പക്ഷെ ദൈവത്തിനറിയാം അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ആ വിശ്വാസത്താൽ അവിടെ വെച്ചാണ് ദൈവം അതൊക്കെ നീതിയായിട്ട് കണക്കിടുന്നത്. ഇതിന്റെ ഒന്നും ബേസിസിലല്ല, ഈ ചെയ്ത ഒരു പ്രവൃത്തിയുടെയും ബേസിസിലല്ല അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. മറിച്ച് ദൈവത്തിലെ വിശ്വാസത്താൽ അഗ്രചർമ്മി ആയിരിക്കുമ്പോൾ തന്നെ ദൈവം അവനെ നീതിമാൻ എന്ന് കണക്കിട്ടിരിക്കുക. അതുകൊണ്ട് ഇന്നത്തെ നീതീകരണം പരിച്ഛേദനക്കാരായ യഹൂദന് മാത്രമല്ല, ജാതികൾക്കും കൂടെ ഉള്ളതാണ് എന്ന് അവിടെ സ്ഥാപിക്കുകയാണ്. റോമാലേഖനത്തിലേക്ക് വന്ന് പ്രാർത്ഥിച്ച് നിർത്തുവാനായിട്ട് പോവുകയാണ്. റോമാലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം, ഈ ഭാഗ്യവർണ്ണന പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിനും കൂടെയോ അബ്രഹാമിനും വിശ്വാസ നീതിയായി കണക്കിട്ടു എന്നല്ലോ പറയുന്നത്. 10-ാമത്തെ വാക്യം, എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? പരിച്ഛേദനയിലോ അല്ല, അഗ്രചർമ്മത്തിലത്രേ. ആ പരിച്ഛേദന ചെയ്യുന്നതിന് മുൻപേ അവനത് നീതിയായിട്ട് കണക്കിട്ടത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ഭാഗം ഞാൻ ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്യാം. ആ ലാസ്റ്റ് പോർഷൻ ചെയ്തിട്ട് അടുത്ത ഭാഗം കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ ഒത്തിരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ടെർമിനോളജികൾ, അഗ്രചർമ്മം, പരിച്ഛേദന, ന്യായപ്രമാണം, നീതീകരണം, ഇങ്ങനെയൊക്കെ വരുന്നത് കാരണം അതിനെ ഒന്ന് ഉൾക്കൊള്ളാനും മനസ്സിലാക്കുവാനും ഒരല്പം പ്രയാസം കാണും. പക്ഷെ നിങ്ങൾ പഠിക്കുന്നത് ഒരു അടിസ്ഥാന പ്രമാണമാണ്, ഒരു ഗോൾഡൻ ദൈവിക വചനങ്ങളും ഉപദേശങ്ങളുമാണ്. അപ്പൊ അത് ആ ഒരു നിലയിൽ തന്നെ അതിനെ പഠിച്ച് മനസ്സിലായി പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. ദൈവം ഇതിലൂടെ നിങ്ങളെ സഹായിക്കട്ടെ, ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ. പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ഹൃദയ ഭിത്തികളിന്മേൽ എഴുതുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ.